സോ ഞാൻ എന്ത് ചെയ്യാം, ഒരു സ്ലോട്ട് ബുക്കിംഗ് സിസ്റ്റം പോലെ ഒരു സാധനം ഇടാം. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ടൈം എന്ത് ചെയ്യാം, അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുക? ജസ്റ്റ് ഗൂഗിൾ ഫോം ചെയ്താൽ മതിയായിട്ടില്ല അല്ലേ? നമുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ കലണ്ടറിൽ ഇടാം അല്ലേ? കലണ്ടറിൽ ഇടാം. ഓക്കെ, സോ അതിനനുസരിച്ച് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. പിന്നെ ആ സമയത്ത് തന്നെ വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് ഡിലേ ആയി പോകും, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. സോ സ്വാഭാവികമായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചാപ്റ്റർ നോക്കിയത് ഫാമിലി എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇനി നമ്മൾ അതെല്ലാവരും ഒന്ന് റിവിഷൻ ചെയ്തു, എക്സാം എഴുതി, കുറച്ച് ക്ലിയർ ആയില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചാപ്റ്ററിൽ നിന്ന്? ഇല്ല. PYQs നമ്മൾ കണ്ടു, എക്സാം എഴുതി, ഇതിന് മെന്റർഷിപ്പ് കഴിഞ്ഞിട്ട് നമുക്കത് ഡിഫിക്കൽട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഡിസിപ്ലിൻ ഓഫ് ദ സോഷ്യോളജി ദ ഡിസിപ്ലിൻ. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചോളം എങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടായിട്ടുള്ളത്, എമർജ് ചെയ്തിട്ടുള്ളത്, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഡിസിപ്ലിൻ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം നോക്കുന്നത് കമ്പാരിസൺ ഓഫ് സോഷ്യോളജി വിത്ത് ഡിഫറെന്റ് സബ്ജക്ട് മാറ്റർ. അത് സബ്ജക്ട് എന്ന് പറയുന്ന രീതിയിൽ സോഷ്യോളജി എങ്ങനെ എമർജ് ചെയ്തു, അതുപോലെ തന്നെ സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്, സോഷ്യോളജി ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഐഡിയ ഓഫ് സബ്ജക്ട് എന്തായിരുന്നു എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, മോസ്റ്റ് യങ്ങസ്റ്റ് സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഏത് എടുത്തു കഴിഞ്ഞാലും, ആന്ത്രപ്പോളജി ആണെന്നുണ്ടെങ്കിലും അല്ലെ, കൊളോണിയൽ പീരീഡിൽ അതിന്റെ മുന്നേത്തേക്ക് ആന്ത്രപ്പോളജി പോകുന്നുണ്ട്, അതല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്കൽ സയൻസസ് ലോങ് ബാക്ക് ഹിസ്റ്ററി ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന്. ഹിസ്റ്ററി പണ്ട് മുതലേ പണ്ട് മുതലേ ഹിസ്റ്ററി എഴുതി വരുന്ന സാധനമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. സയൻസിനും ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട്. പക്ഷെ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ കഴിഞ്ഞ ഒരു 18th സെഞ്ചുറി യൂറോപ്പിലാണ് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ എമർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിനെ ബേസിക്കലി വൺ ഓഫ് ദ യങ്ങസ്റ്റ് സബ്ജക്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യായിരുന്നു നമ്മൾ വിളിക്കപ്പെടുന്നത്. അതാണ് നമ്മളിപ്പോ പറയാറുള്ളത്. UPSC വരുമ്പം സോഷ്യോളജി ഓപ്ഷൻ എടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നമ്മൾ പറയുന്നത് എന്താണ്, സിലബസ് ഭയങ്കര ചെറുതാന്ന് പറയും. സിലബസ് ചെറുതാവാനുള്ള കാരണം എന്താ? കാരണം വളരെ ചെറിയ സമയം ഇത്രയും കാലമായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്നത് അധികം വന്നിട്ടില്ല, കുറച്ച് തിങ്കേഴ്സ് ഇതിനകത്തുള്ളൂ. അപ്പൊ ഒരു 250 വർഷത്തെ ഒരു ഡെവലപ്മെന്റ് മാത്രമേ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നടന്നിട്ടുള്ളൂ. ബേസിക്കലി സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവാനുള്ള ഒരു കാരണം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റീസൺ ഒരു ബേസിക് ഐഡിയ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സൊസൈറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി നിങ്ങൾ എടുത്തു നോക്കിയേ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഡൊമിനന്റ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറയുന്ന ആരായിരുന്നു? ഒരു ഏൻഷ്യന്റ് മിഡിവൽ പീരീഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഭക്തി മൂവ്മെന്റ് മുന്നിൽ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഏറ്റവും പവർഫുൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഏത് കാസ്റ്റാണ്? ബ്രാഹ്മണിക്കൽ കാസ്റ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആണ് മോസ്റ്റ് പവർഫുൾ കാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ എന്താണ് മോസ്റ്റ് പവർഫുൾ കാസ്റ്റ് ആയിട്ടുള്ള അപ്പർ കാസ്റ്റിന്റെ ഡൊമിനൻസിലല്ലേ എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ റിലീജിയൻ നോക്കുവാണെങ്കിൽ പ്രീസ്റ്റ് ആരായിരുന്നു? ബ്രാഹ്മിൻസ് ആണ്, അപ്പർ കാസ്റ്റ് ആണ് അവിടെ ഡൊമിനൻസ് കിട്ടുന്നത്. ഫാമിലി സിസ്റ്റം നോക്കുവാണെങ്കിലും പ്രോപ്പർട്ടി നോക്കുവാണെങ്കിലും ഇപ്പൊ നമ്മൾ മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരായിരുന്നു? അപ്പർ കാസ്റ്റ് തന്നെയായിരുന്നു. പൊളിറ്റിക്സിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷത്രിയാസിന് ആരാണ് സമ്മതം കൊടുക്കുന്നത്? ഇപ്പൊ നമ്മൾ ഗോൾഡൻ വോംബ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട് അല്ലെ. ഇപ്പൊ ലോവർ കാസ്റ്റ് എന്ന ഒരാളെ പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഗോൾഡൻ വോംബിലൂടെ അയാളുടെ കാസ്റ്റ് സ്റ്റാറ്റസ് ഉയർത്തും. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാഹ്മണിക്കൽ കാസ്റ്റ് അവിടെ ഒരു എന്തുണ്ട്, ഡൊമിനൻസ് ഉണ്ട്. ഈവൻ ക്ഷത്രിയാസ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഉപദേശം കൊടുക്കുന്ന ആരായിരിക്കും? ബ്രാഹ്മിൻസ് ആയിരിക്കും. ബിക്കോസ് ഓഫ് പ്രീസ്ലി ക്ലാസ് ദേ ഹാവ് ഡൊമിനൻസ്. അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റം നോക്കുകയാണെന്നെങ്കിൽ അതെ, റിലീജിയൻ നോക്കുകയാണത്, പൊളിറ്റിക്സ് നോക്കുകയാണത്, എല്ലാത്തിലും ഡൊമിനൻസ് എന്ന് പറയുന്ന ആരാണ്? ബ്രാഹ്മിൻസ് ആണ്. ഈ ബ്രാഹ്മണിക്കൽ കാസ്റ്റ് അല്ലെങ്കിൽ അപ്പർ കാസ്റ്റുകൾക്കാണ്, ബ്രാഹ്മണിക്കൽ ആൻഡ് ക്ഷത്രിയ കാസ്റ്റിനായിരിക്കും ഏറ്റവും ഡൊമിനൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചോളം ഈ സൊസൈറ്റി അത്ര നല്ല സൊസൈറ്റി ആയിരിക്കും. ഫോർ ദം സൊസൈറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു അപ്പർ കാസ്റ്റിനെ സംബന്ധിച്ചോളം, ഒരു അപ്പർ കാസ്റ്റിന്റെ വിഭാഗത്തിൽ നമ്മൾ പണ്ട് തൊട്ട് ഏൻഷ്യൻ പീരീഡ് നോക്കുവാണെങ്കിൽ, പ്രിവിലേജ്ഡ് കാസ്റ്റിന്റെ ബേസ് ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ, അവരുടെ വ്യൂ പോയിന്റിൽ സൊസൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ദേ ആർ ഗെറ്റിംഗ് ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. പക്ഷെ ഒരു ലോവർ കാസ്റ്റിനെ സംബന്ധിച്ചോളം ഇതെല്ലാം അവർക്ക് നല്ലതായിരിക്കുമോ? അല്ല. റിലീജിയനിൽ അവർക്ക് ഡൊമിനൻസ് ഇല്ല, ഫാമിലിയിൽ അവർക്ക് ഡൊമിനൻസ് ഇല്ല, അതേപോലെ തന്നെ പൊളിറ്റിക്സിൽ അവർക്ക് ഒരിക്കലും പവർഫുൾ ഇല്ല. അപ്പൊ ഏത് സെക്ടർ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലോവർ കാസ്റ്റിന് ഇപ്പോഴത്തെ സിസ്റ്റം വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭക്തി മൂവ്മെന്റിൽ മാസ്സായിട്ടുള്ള മൂവ്മെന്റ് അപ്പർ കാസ്റ്റിന് വരുമോ ലോവർ കാസ്റ്റിന് വരുമോ? ലോവർ കാസ്റ്റിന്റെ ഒരു റിവൈവല്ലേ ബ്രാഹ്മണിക്കൽ മൂവ്മെന്റിനെതിരെ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസിനെതിരെ ആയിരിക്കില്ലേ ലോവർ കാസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഭക്തി മൂവ്മെന്റ് പോലെ വരിക. അപ്പൊ ഒരു സൊസൈറ്റി എന്ന് പറയുന്നതിൽ, ഒരു സൊസൈറ്റിന്റെ സ്ട്രക്ചറിൽ കുറച്ച് ആളുകൾക്ക് എപ്പോഴും ബെനിഫിറ്റിലായിരിക്കും കുറെ സാധനങ്ങൾ.
ഈ ബെനിഫിറ്റിലായി നിൽക്കുന്ന ആളുകൾക്ക് ഇത് മാറ്റാൻ താല്പര്യം ഉണ്ടാവുമോ? ഇതൊരിക്കലും മാറ്റാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ബെനിഫിറ്റ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്തിനാവാം? നല്ലതിനാവാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് എമർജ് ചെയ്യാനുള്ള റീസണും ഇതുപോലെ മിഡിവൽ യൂറോപ്പില് ചില ചേഞ്ചുകൾ കൊണ്ടുവരാൻ കാരണമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് തന്നെ എമർജ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ബ്രാഹ്മണിക്കൽ ഡൊമിനൻസ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ, ശേഷം ഭക്തി മൂവ്മെന്റ് വന്ന സമയത്ത് കുറെ ആളുകൾ അതിനെതിരെ പോവില്ലേ? അത് വേണ്ടാന്ന് പറയില്ല. പഴയ സിസ്റ്റം ആണ് നല്ലത്, അത് അടിപൊളിയാണ്, കാരണം ബ്രാഹ്മൺസ് പറയും ഇതാണ് അടിപൊളി, ഇതല്ലേ രസം, ഇവിടെ എന്താണ് പ്രശ്നമുള്ളത് എന്നായിരിക്കും പറയാം. മറ്റേ ആളുകൾ പറയും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും. അപ്പം ഒരു സൊസൈറ്റിയിൽ എപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ആ സൊസൈറ്റിയിൽ പല പ്രോബ്ലംസിനെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, ആ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും, കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, ആ ചേഞ്ചിനെ സപ്പോർട്ട് ചെയ്യും, അഡ്വക്കേറ്റ് ചെയ്യും. എപ്പോൾ നോക്കിയാലും ഇപ്പോഴത്തെ സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പം മൊത്തത്തിൽ ഒരു ജനറേഷൻ ചേഞ്ചസ് വരുന്നുണ്ട്. പക്ഷെ ഈ ജനറേഷന്റെ ഇപ്പം ജെൻസി കൾച്ചർ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതല്ല, ഇങ്ങനെയല്ല, ഇപ്പൊ വാല്യൂസ് ഇല്ല, പഴയ കാലത്തായിരുന്നു വാല്യൂസ് ഉണ്ടായിരുന്ന, പല കാലമായിരുന്നു നല്ലതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ ചേഞ്ച് ആണ് വേണ്ടത്, ന്യൂ ജനറേഷൻ വരണം, കുറച്ചുകൂടി ഈഗാലിറ്റേറിയൻ ആണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളുണ്ട്. അപ്പൊ ഏത് സൊസൈറ്റിയിലും ചേഞ്ചസ് വരുമ്പം there will be some people who resisting it and some people will be supporting it. The same was the situation of medieval Europe. മിഡിവൽ യൂറോപ്പിന്റെ സമയത്തും പണ്ട് യൂറോപ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്തായിരുന്നു, കൂടുതൽ ഭരിക്കുക എന്ന് പറയുന്ന ആരായിരിക്കും, ഭരണം എന്ന് പറയുന്ന ആരാണ്? ബേസിക്കലി അവിടെ എന്താണ്, അവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടോ? അവിടെ കാസ്റ്റ് സിസ്റ്റം ഇല്ല. മിഡിൽ യൂറോപ്പിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല. പകരം എന്തായിരുന്നു ഉള്ളത്? എസ്റ്റേറ്റ് സിസ്റ്റം എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ ഫ്രഞ്ച് സൊസൈറ്റി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, 3 എസ്റ്റേറ്റുകളായിട്ട് തിരിക്കാൻ പറ്റുമായിരുന്നു അല്ലെ? എന്താണ്? കോമൺ മാൻ, പിന്നെയോ നോബിള്, ക്ലർജി, അല്ലെങ്കിൽ എന്താ നോബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാസ്റ്റ് പറയാം. പക്ഷെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് ആയിട്ട് ചെയ്തു വരുന്നുണ്ട്. വാട്ട് വാസ് ദ പ്രോബ്ലം വിത്ത് ഫ്രഞ്ച് സൊസൈറ്റി? ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, മജോറിറ്റി ആളുകൾ എന്ന് പറയുന്നത്. 90% ഓഫ് പോപ്പുലേഷൻ എവിടെയാണ്? കോമൺ മാൻ ആണ്. പക്ഷെ ദേ ആർ ഓൺലി ഓണിങ് 10% ഓഫ് ദ പ്രോപ്പർട്ടി. 90% ആളുകൾ എത്ര ഓൺ ചെയ്യുന്നുള്ളൂ? ഇന്ത്യയിൽ ഇപ്പോൾ ഇനിക്വാലിറ്റി പോലെ നമുക്ക് പറയാം. 90% ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? 10% പ്രോപ്പർട്ടി ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ 10% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? 90% ഓഫ് പ്രോപ്പർട്ടി ഓണേഴ്സ് ഇവരാണ്. അത് മാത്രമല്ല, ഈ സൊസൈറ്റിയിലെ കംപ്ലീറ്റ് ടാക്സ് ആരാ അടയ്ക്കുന്നത്? കോമൺ മാൻ അടയ്ക്കുന്നത്. ഇങ്ങനെ ഒരു സൊസൈറ്റി ചേഞ്ച് ആവാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവുമോ? ഒരിക്കലും താല്പര്യം. ഇവരെ സംബന്ധിച്ചോളം എന്തായിരിക്കും, ഈ സൊസൈറ്റി ചേഞ്ച് ആവണ്ടെന്നായിരിക്കും ആഗ്രഹം. കാരണം ദേ ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഫോർ ദം ദർ ഇസ് എ ബെനിഫിറ്റ്. അല്ല, ഇത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആർക്കാ ഗുണം? കോമൺ മാൻ ആയിരിക്കും ഗുണം എന്ന് പറയുന്നത്. സോ ഫ്രഞ്ച് സൊസൈറ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റിയിൽ എസ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്നു. ഇന്ത്യൻ സൊസൈറ്റിയിൽ ബ്രാഹ്മണിക്കൽ ഡൊമിനേഷൻ ആണെങ്കിൽ അവിടെ എസ്റ്റേറ്റ് 1ന്റെയും എസ്റ്റേറ്റ് 2ന്റെയും ഡൊമിനേഷൻ ആയിരുന്നു. അവിടെ എന്താണ്, ക്ലർജി, ക്ഷത്രിയാസ് പോലെയുള്ള അല്ലെങ്കിൽ ബ്രാഹ്മിൺസ് പോലെ തന്നെ അവിടെ എന്തുണ്ട്, ക്ലർജി സിസ്റ്റവും പ്രീസ്റ്റി ഹുഡും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരായിരുന്നു ഡൊമിനേറ്റ് ചെയ്യുന്നതും, അവരായിരുന്നു ടാക്സ് കളക്ട് ചെയ്യുന്നത്, അവരായിരുന്നു എല്ലാ ബെനിഫിറ്റ്സും ആഘോഷിക്കുന്നത് അല്ലെ? പക്ഷെ ഇതിനൊക്കെ ഒരു ചേഞ്ച് വരിക എന്നുള്ളത് ഒരു മൂവ്മെന്റ് വരുന്ന സമയത്താണ് എന്താ പറയാ, ഇതിങ്ങനെ നോർമലായി പോകുന്നതിന് സൊസൈറ്റി സ്റ്റേബിൾ സൊസൈറ്റി നമുക്ക് പറഞ്ഞൂടെ? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഫ്രഞ്ച് സൊസൈറ്റി പറഞ്ഞോളൂ, ഇത് സ്റ്റേബിൾ അല്ലേ? ഈ എസ്റ്റേറ്റ് 1, എസ്റ്റേറ്റ് 2, ഈ സിസ്റ്റം സ്റ്റേബിൾ അല്ലേ? ഇത് സ്റ്റേബിൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? ദിസ് സൊസൈറ്റി ഈസ് ഓൾസോ സ്റ്റേബിൾ സൊസൈറ്റി. പക്ഷെ വെൻ വി ആർ ട്രൈങ് ടു ഡിസ്ട്രപ്റ്റ് ദിസ് സിസ്റ്റം, എങ്ങനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ നോക്കിയത്? ഫ്രഞ്ച് റെവല്യൂഷനിൽ അല്ലെ? ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ പറഞ്ഞു ഇതൊന്നും ശരിയല്ല, ഇതിനെതിരെ എന്ത് ചെയ്തു? നമ്മൾ പ്രവർത്തിച്ചു. ദർ വാസ് എ ഗില്ലറ്റിൻ, ആളുകളെ കൊല്ലാൻ തുടങ്ങി, ഇതൊക്കെ ചെയ്യാൻ ബ്ലഡ് ഷെഡ് സംഭവിച്ചു. സോ ബ്ലഡ് ഷെഡ് വരുന്ന സിറ്റുവേഷൻ നല്ലതാണോ? അല്ല, ഇറ്റ്സ് എ ഡിസ്ട്രപ്ഷൻസ് അല്ലെ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇക്ലിബ്രിയത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഒരു സൊസൈറ്റി എപ്പോഴും എന്തായിരിക്കും? ഒരു ഇക്ലിബ്രിയത്തിലായിരിക്കും ഉണ്ടാവുക. ഒരു നോർമൽ സ്റ്റേറ്റിലായിരിക്കും ഒരു സൊസൈറ്റി എപ്പോഴും ഇരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ ഒരു കല്ല് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിരിക്കുക. ഈ കല്ല് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഒരു കല്ല് ഇവിടെ വെച്ചിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേബിൾ പൊസിഷനിലാണ് അല്ലെ? എന്ത് ചെയ്യുന്നു? ഭൂമിന്റെ മുകളിൽ ഒരു കല്ലിരിക്കുന്നു, സ്റ്റേബിൾ പൊസിഷൻ. ഈ സ്റ്റേബിൾ പൊസിഷനെ ഇതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സം ഫോഴ്സ് കൊടുക്കണം അല്ലെ? സോ മോഡേൺ സൊസൈറ്റി ആയിട്ട് നിങ്ങൾ ഇത് ഫ്രഞ്ച് സൊസൈറ്റി ആയി കാണുകയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ സൊസൈറ്റി ആണ് കാണുമെങ്കിൽ സൊസൈറ്റി വാസ് ഇൻ എ സ്റ്റേബിൾ പൊസിഷൻ. വാട്ട് വാസ് ദ സ്റ്റെബിലിറ്റി? കിങ്ങിന്റെ റൂൾ ആയിരുന്നു അല്ലെ? പാട്രിയാർക്കലായിരുന്നു, മെയിൽ ഡൊമിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു സ്റ്റെബിലിറ്റി? നമ്മൾ പറഞ്ഞ എസ്റ്റേറ്റ് സിസ്റ്റം ഉണ്ട്.
അതായത് സ്ട്രാറ്റിഫിക്കേഷൻ, ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈറാർക്കിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്കൽ ഡൊമിനൻസ് ആർക്കായിരുന്നു, പ്രീസ്റ്റ്ഹുഡിനും കിങ്ങിനും ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. ഡിവൈനിലായിരുന്നു, റിലീജിയനായിരുന്നല്ലോ ഡൊമിനൻസ്, എല്ലാം റിലീജിയസ് അഫയേഴ്സ് ആയിരുന്നു. സെക്യുലറിസം ഉണ്ടോ? ഇല്ല. കംപ്ലീറ്റ് റിലീജിയൻ. ഡെമോക്രസി ഉണ്ടോ? ഇല്ല. മൊണാർക്കിയൽ റൂൾസ് ആയിരുന്നു. സോ ദിസ് വാസ് എ സ്റ്റെബിലിറ്റി. സൊസൈറ്റിയിൽ ഇതായിരുന്നു, ദിസ് വാസ് എ സ്റ്റെബിലിറ്റി. ബട്ട് സംഹൗ എന്ത് സംഭവിച്ചു, there is started a movement of renaissance in European society. So there is some forces എന്ത് ചെയ്തു, ഈ ഒരു കല്ലിലേക്ക് പ്രഷർ ചെയ്യാൻ തുടങ്ങി. സോ somehow എന്ത് ചെയ്തു, റിനൈസൻസ് ഫോഴ്സ് വന്നു. ഈ റിനൈസൻസ് ഫോഴ്സ് എന്ത് ചെയ്തു, പറഞ്ഞു ഇതൊന്ന് ചേഞ്ച് ആക്കണം. എന്ത് വേണം, ലിബർട്ടി വേണം, കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, അല്ലെ? അതേപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ എന്ത് നടന്നു, റിനൈസൻസിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നു. സോ ഫ്രഞ്ച് റെവല്യൂഷൻ വി നോ ദാറ്റ് ലിബർട്ടി, അല്ലെ, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ദർ ഇസ് സംതിങ് വി ആർ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഇക്വാലിറ്റി. സോ ദാറ്റ് മീൻസ് വി ഹാവ് ടു ടോക്ക് അബൌട്ട് അഗെയിൻസ്റ്റ് ദി എസ്റ്റേറ്റ് സിസ്റ്റം. ഓക്കെ, ദർ ഇസ് എ സ്കോപ്പ് ഓഫ് ഡെമോക്രസിനെ പറ്റിയിട്ട് ഐഡിയാസ് വന്നു. അഗെയിൻസ്റ്റ് വി സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് പാട്രിയാർക്കി. ഓക്കെ, ഫസ്റ്റ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് വന്നു. ദ ഫസ്റ്റ് ഫെമിനിസ്റ്റ് സ്കോളേഴ്സ്, people who started writing about the male domination in the society. Also, as part of Renaissance, എന്തുകൂടി സംഭവിച്ചു, we also identified steam engines, അല്ലെ? സയന്റിഫിക് റെവല്യൂഷൻസ് സംഭവിച്ചില്ലേ? ഫ്രഞ്ച് റെവല്യൂഷൻ പോലെ റിനൈസിന്റെ ഭാഗമായിട്ട് വേറെ സാധനം കൂടി നടന്നു. എന്താണ്? ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷൻ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കാൻ കാരണം എന്താണ്? സയന്റിഫിക് റിസർച്ച്, സയന്റിഫിക് റെവല്യൂഷൻസ് നടന്നു. വി സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് അബൌട്ട് സയൻസ്, അല്ലെ? ടിൽ ദെൻ വി എക്സ്പെക്ടഡ് ദാറ്റ് വേൾഡ് വാസ് കൈൻഡ് ഓഫ് എ, എന്തായിരുന്നു യൂണിവേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ഹീലിയോസെൻട്രിക് ആണോ? അല്ല, ജിയോസെൻട്രിക് അല്ലേ? ഭൂമിയായിരുന്നു നടുക്ക്. നമ്മൾ സൂര്യൻ എന്ത് ചെയ്യുകയാണ്, നമ്മളെ ചുറ്റും നടക്കുകയാണെന്ന് പറഞ്ഞു. ഭൂമി എന്താണ്? പരന്നതാണ്. ഭൂമി എന്തല്ലായിരുന്നു? ഷേപ്പ് അല്ല, റൗണ്ട് അല്ല, ജിയോടല്ല ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഭൂമി പരന്നതാണ്. ആൻഡ് ജിയോസെൻട്രിക് ആണ്. എന്താണ്? ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നതാണ് സൊസൈറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഗലീലി വന്നിട്ട് പറഞ്ഞു, അല്ല, ഭൂമി പരന്നതല്ല, ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ റിയാക്ഷണറി ഫോഴ്സ് എന്താണ്? ബേസിക്കലി റിലീജിയനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഭൂമി പരന്നതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഭൂമി പരന്നതാണ്, നീ നുണ പറയുന്നതാണ്, നാക്ക് എന്ത് ചെയ്ത മുറിച്ചത്. ദർ ആർ റെസ്ട്രിക്ഷൻ പോയിന്റ്സ്. പക്ഷെ എന്ത് ചെയ്തില്ല, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ചസും കാര്യങ്ങളും സയന്റിഫിക് എവല്യൂഷൻ ഒക്കെ പറഞ്ഞു. പണ്ട് എന്തായിരുന്നു? നോബഡി തോട്ട് അബൌട്ട് വൈ ആപ്പിൾ താഴോട്ട് വീഴുന്നത് എന്താന്നുള്ളത് ആരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താന്നുള്ളത് നോക്കിയിട്ടില്ല, അല്ലെ? സോ പിന്നെ ന്യൂട്ടൺ വന്നിട്ട് പറഞ്ഞു, ദർ ഇസ് എ കണക്ഷൻ, ദർ ഇസ് സംതിങ് കോൾഡ് ഗ്രാവിറ്റി. സോ ഇഫ് ഐ ഡ്രോപ്പ് ദിസ് പെൻ, എവിടെ ലോകത്ത് എവിടെ ഡ്രോപ്പ് ചെയ്താൽ എന്ത് ചെയ്യും, അത് താഴോട്ട്, അല്ലെ ഭൂമിയിൽ ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴോട്ട് വീഴും. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എന്തല്ല, റിലീജിയസ് ഫോഴ്സ് കൊണ്ടല്ല, ദർ ഈസ് സംതിങ് കോൾഡ് ഗ്രാവിറ്റി, ദർ ഈസ് സം പുള്ളിങ് ഓഫ് എർത്ത് എന്നുള്ളതാണ്, അത് സയന്റിഫിക് ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, so people not started believing. So people started asking questions about the, till then നമുക്ക് ജീവിതത്തിൽ എല്ലാ ആൻസറും തരുന്ന ആരാ? ഈ സയൻസിന്റെ ഉറവിടം എവിടുന്ന? ബേസിക്കലി സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് എവിടുന്ന ഉണ്ടാവുന്നത്? ആക്ച്വലി സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടാവുന്ന റിലീജിയൻ അല്ലേ? ഇനിഷ്യലി ഹ്യൂമൻസിന്റെ ഒരു പ്രോബ്ലം എന്താണ്? വൈ റിലീജിയൻ എസ്റ്റാബ്ലിഷ്? ഹ്യൂമൻസിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിന് തിങ്കിങ് കപ്പാസിറ്റി ഉണ്ട്, കോഗ്നിറ്റീവ് എബിലിറ്റി ഉണ്ട്. ഈ കോഗ്നിറ്റീവ് എബിലിറ്റിയിൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ പീപ്പിൾ ഏബിൾ ടു തിങ്ക്, we are creative, but the problem is that the human world, അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ബിയോണ്ട് ദി അണ്ടർസ്റ്റാൻഡിങ്. ആ സമയത്ത് എന്താണ്? കോംപ്രഹെൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ആണ്. എന്താന്ന് മഴ എന്താന്ന് മനസ്സിലാവുന്നില്ല, ഇടിമിന്നൽ എന്താന്ന് മനസ്സിലാവുന്നില്ല. So we need answers. Even today we need answers. Still we are studying about what is the purpose of our life. We reached moon, we reached എല്ലാ സ്ഥലത്തും നമ്മളെത്തി. 2000 September 11 was the last day when all the people were on earth. അതിനുശേഷം എന്ത് ചെയ്തിട്ടില്ല, ഇന്നേ വരെ എല്ലാ ആളുകളും എർത്തിലുള്ള ഒരു ദിവസം പോലും വന്നില്ല. ആരെങ്കിലും ഒരാൾ സ്പേസിലുണ്ടാവും. സോ ഇറ്റ്സ് ബീൻ 25 years നമ്മൾ അത്രയും ഡെവലപ്ഡ് ആയിട്ട് വി സ്റ്റിൽ ഡു നോട്ട് നോ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് അവർ ലൈഫ്. സോ ഇനിഷ്യലി ഓൾ ദീസ് ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്താരാ? റിലീജിയൻ. പ്ലാസ്റ്റിക് സർജറി എങ്ങനെയാ ഉണ്ടായത്? ഗണപതിനെ തലവെട്ടി മാറ്റിയപ്പോഴല്ലേ? ഇറ്റ്സ് ആൻസേർഡ് ബൈ റിലീജിയൻ. തീ ഉണ്ടാവാൻ കാരണം എന്താ? റിലീജിയൻ. പാൻഡമിക് ഉണ്ടാകാൻ കാരണം എന്താ? റിലീജിയൻ. ഇപ്പം സയൻസ് ഇല്ലായിരുന്നു എന്ന് വെച്ചോ, കോവിഡ് വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു റീസൺ ഓഫ് കോവിഡ്? സിൻ. യു പീപ്പിൾ ഡിഡ് സിൻ, സോ ഗോഡ് ഹാസ് ഗിവൺ യു ദ കേഴ്സ് ഓഫ് ഗോഡ് വന്നു, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു, വൃത്തികേട് ചെയ്തു, അതിനെന്ത് ചെയ്തു? ഒരു പരീക്ഷണമാണ്.
So it's explained by religion. Everything is explained by religion. But now, religions, when the scientific principle emerged, science started questioning religion. Science said that, Earth is geocentric. No, it is heliocentric. Earth is geoid, not the plane. And there is a constant evolution. There is energy. And, there is a gravity. We started asking questions. So this led to the, dominance of religion and the a principle of secularism started emerging. But the problem here is that these are not problem. The problem is that still then there was a stability. The rock was still standing here. Immediately certain force applied. Immediately force apply ചെയ്യുമ്പോൾ ഈ കല്ല് പെട്ടെന്ന് അങ്ങ് മൂവ് ചെയ്യോ? കല്ലിനെ എന്ത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടാവും? There is one force, gravity pulling on, and there will be one problem. There will be friction. If you are started forcing, give force, അതങ്ങനെ മൂവ് ചെയ്യില്ല. There will be friction ഉണ്ടാവും. So there will be some resistance. What was the resistance? There will be conservative people thinking that no, this is bad. Don't change. What is good? Good is patriarchy. Feminism is not good because feminism, women are getting power and women are misusing the power. They are doing whatever they wanted, which is not good. And people started asking questions and even killing kings. Do you able to believe that people are started killing kings? So it's completely chaos. There is no stability in the society. There is no like in the economy, people used to pay tax. Now say that everybody should pay tax. That's completely bad. Family system was joined. Now it become, after industrialization, it become nuclear. It's disintegrated. Nobody have the connections. Earlier, people used to do all the works. For example, if a person has to work, develop some craft, the same person will be doing everything. But now the division of labor emerges in the factories and I am not able to make one single product. I only know how to tighten the screw or the net. This is the only job I know. Where is my creativity? People were worried about. And some people started asking questions. This is not what we wanted. We wanted stability in the society. That led to the emergence of sociology. That led to the emergence. They wanted to understand that why there is a change, how to bring back the change. How to bring back to the earlier society. And some people believe that there is a possibility of bringing back the society if we understand the social laws. There are some social laws are disrupted. That is why now there is a crime. What we need to do, we need to identify the social laws behind it. Why family is joined, why family is nuclear. So if we understood the theory, we are able to reverse it back. Now settled. Some people said that this is not going to work. Change is already happened. But whatever we see here is a chaos. So we need to find solution for that. All this thought led to the emergence of a new subject matter, which is called sociology. So this is just an introduction. We'll discuss detailedly about how these things and everything happened. So sociology is a subject matter, is considered as one of the youngest subject matter. So sociology means socius, and loology, the study. So social means companion or science of society. So sociology means initially science of society. Society പറ്റി പഠിക്കുന്ന സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ വിളിക്കുക. So initially, the father of sociologists എന്ന് പറയുന്ന ആരാണ്? It's a French scholar. It's known as Auguste Comte. So Auguste Comte ആണ് എന്ത് ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യോളജി ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പീരീഡ് നോക്കി കഴിഞ്ഞാൽ 18th century ആണ് അല്ലെ, 1978, 1800 പീരീഡിലൊക്കെയാണ്. ഈ സമയത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സബ്ജക്റ്റിൽ നോക്കുവാണെങ്കിൽ ഫിസിക്സിനാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം ഉള്ളത്. ആളുകൾ എപ്പോഴും എന്താണ് അംഗീകരിക്കുന്നത്? സയൻസിനെയാണ്. ബിക്കോസ് സയൻസ് ഈസ് എ സയന്റിഫിക് and it has an upper hand, not compared to history. History, everybody can come and write history. All the king will be having historian persons with them. Politics is not considered as a kind of a very noble profession. So higher status നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ഒരു സബ്ജക്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് അറിയില്ലേ, ഇപ്പൊ സയൻസ് നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്താണെങ്കിലും +1 സയൻസ് കിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പഠിക്കാൻ കൊള്ളാത്തവനാണ് നിങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. പഠിക്കാൻ കൊള്ളാവുന്നവനൊക്കെ എവിടെ എത്തും? സയൻസ് എടുക്കും. അതിൽ കുറച്ച് താഴെ പഠിക്കുന്നവൻ എവിടെ എടുക്കും? കൊമേഴ്സ് എടുക്കും. മണ്ടന്മാരെ ഏതെടുക്കും? ഹ്യൂമാനിറ്റീസ് എടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ കുറെ സാധനങ്ങൾ മാറി വരുന്നുണ്ട്. ആളുകൾ കൂടുതൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ സബ്ജക്ട് ചൂസ് ചെയ്ത് വരുന്നുണ്ട്. ബട്ട് ഏർലിയർ ദ നോം വാസ് വെൻ യു ആർ പാസിംഗ് 10th, ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ യു ആർ സയൻസ്. നോ മാറ്റർ വെദർ യു ലൈക്ക് കൊമേഴ്സ് ഓർ നോ, യു ഷുഡ് ബി സയൻസ് ബിക്കോസ് നിനക്ക് ബുദ്ധിയുണ്ട്. ഓക്കെ,
എന്നെ എത്ര പേര് നിർബന്ധിച്ചറിയോ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധി ഉള്ളതുകൊണ്ട്. പക്ഷെ ആക്ച്വലി എന്ത് ചെയ്തു, ഞാൻ എടുത്തില്ല കൊമേഴ്സ്, അല്ലാതെ മാർക്ക് പറഞ്ഞിട്ടൊന്നല്ല. ബേസിക്കലി ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സയൻസ് എടുക്കുന്നവർക്ക് പൈസ റിച്ച് ആയിരിക്കണം. അത് രണ്ട് സയൻസിന് മാത്രം നമ്മുടെ സ്കൂളിൽ 2 ബാച്ച് ഉണ്ട്. ബാച്ച് എയും ഉണ്ട്, ബാച്ച് ബി ഉണ്ട്. ബാച്ച് എ കംപ്ലീറ്റ്ലി മെറിറ്റ്, ബാച്ച് ബി കംപ്ലീറ്റ്ലി മാനേജ്മെന്റ്. കാരണം റിച്ച് ആയ പീപ്പിളും സയൻസ് ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രിവിലേജ്. ദേ ക്യാൻ ബിക്കം ഡോക്ടേഴ്സ്, എഞ്ചിനീയർ, അങ്ങനെ ഉള്ള ആളുകളൊക്കെ ആണ്. പക്ഷെ പൈസ മാത്രം ഉണ്ടായിട്ട് എന്ത് കാര്യമില്ല. കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോയില്ല. നമ്മൾ വി വെന്റ് ഫോർ കൊമേഴ്സ് ഹാപ്പിലി, അല്ലേ? കൊമേഴ്സ് ആര് എത്ര ഉണ്ട് ഇവിടെ? 2. ബി കോം ആണോ? ബി കോം എം കോം എടുത്തോ? ബി കോം ഫസ്റ്റ് ക്ലാസ്. എന്റെ മോനെ, കൊമേഴ്സുകാർക്ക് എക്സ്ട്രാ ഒരു ദേ ഹാവ് ദാറ്റ് പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബ്രെയിൻ, അല്ലേ? നീയും കൊമേഴ്സാ? കെമിസ്ട്രി. കൊമേഴ്സ് സമാധാനം, സന്തോഷം, അല്ലേ? ആ, വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല, സന്തോഷമാണ്. പക്ഷെ അഡ്മിഷൻ കഴിച്ചിട്ട് പണിയാണ്, ബുദ്ധിയുള്ളവർക്ക് കിട്ടുള്ളൂ. സോ ഓട്ടോമാറ്റിക്കലി ഓഗസ്റ്റ് കോംപ്റ്റ് നിന്നു. ഓഗസ്റ്റ് കോംപ്റ്റയ്ക്ക് ആ സമയത്ത് ഞാൻ പറഞ്ഞു സയൻസ് സബ്ജക്റ്റിനോടാണ് പ്രിവിലേജ് മൊത്തം, അല്ലേ? അപ്പൊ ഓഗസ്റ്റ് കോംപ്റ്റിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി എന്ന് പറയുന്നത് വെറുതെ ഒരു സോഷ്യൽ സ്റ്റഡീസ് ആവരുത്. 2 സെഗ്മെന്റ് ഉണ്ട്, ഒന്ന് സയന്റിഫിക് സ്റ്റഡീസും ഒന്ന് സോഷ്യൽ സ്റ്റഡീസും. സയന്റിഫിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ബേസ്ഡ്, അല്ലേ? സയൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതിന് നമുക്ക് തിയറി ബിൽഡ് ചെയ്യാൻ പറ്റണം, ഫാക്ട്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഗ്രാവിറ്റിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഈ പേന ഇട്ടാലും ഇവിടുന്ന് ഈ പേന ഇട്ടാലും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും. പക്ഷെ ലേറ്റർ എന്ത് ചെയ്തു, നമുക്ക് റിലേറ്റിവിറ്റി തിയറീസ് ഒക്കെ വന്നിട്ടുണ്ട്. ന്യൂട്ടന്റെ സമയത്താണ് നമ്മൾ ഗ്രാവിറ്റി വാസ് സെയിം, എവരിവെയർ ഗ്രാവിറ്റി വാസ് സെയിം എന്നായിരുന്നു തിയറി. ബട്ട് ഇറ്റ് ഈസ് ചലഞ്ച് ലേറ്റർ ആൻഡ് റിലേറ്റിവിറ്റി വന്നു. ബട്ട് ഹവർ എന്താണ്, ദർ ഈസ് എ യുണീക് മെഷർമെന്റ്. സോ ഞാൻ ഇവിടുത്തെ എറർ എന്താണോ അതേ എറർ തന്നെയായിരിക്കും ഇവിടുത്തെ എന്റെ എറർ. സയന്റിഫിക്കിന്റെ ഗുണം അതാണ്, അല്ലെ? എല്ലാവരും ഒരേ രീതിയിലായിരിക്കും. തിയറി ബിൽഡിംഗ് പോസിബിൾ ആണ്. ഹൈഡ്രജനും വാട്ടറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ, എല്ലാ സ്ഥലത്തും എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. സോ ഈ ഒരു രീതിയിലാണ് സൊസൈറ്റി വേണം എന്നുള്ളത് എന്ത് ചെയ്യുന്നത്. ഹൈഡ്രജനും ഞാനെന്താ പറഞ്ഞു, ഓക്സിജനും, മനസ്സിലായല്ലോ? H2 2 ഹൈഡ്രജനും, അല്ലെ, ഒരു ഓക്സിജനും ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ദ ഔട്ട്പുട്ട് വിൽ ബി വാട്ടർ. ദ സെയിം വേ സൊസൈറ്റിനെയും പഠിക്കണം എന്ന് അവർ പറയുന്നത്. അതായത് ഇവർക്ക് എന്ത് കിട്ടണം? ഇന്ന പ്രിൻസിപ്പിൾ ഓഫ് സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ ജോയിന്റ് ഫാമിലി വരുവാണെന്നുണ്ടെങ്കിൽ ഏത് സൊസൈറ്റി വിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ജോയിന്റ് ഫാമിലി കിട്ടും. സോ ദാറ്റ് തിയറി ബിൽഡിംഗ് ഈസ് പോസിബിൾ. സോ ദാറ്റ് കമ്പാരിസൺ ഈസ് പോസിബിൾ. ഓക്കെ, സയൻസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ പറ്റും. സയൻസ് നമ്മൾ എങ്ങനെ പഠിക്കുക? പരീക്ഷണങ്ങളിലൂടെയാണ്. എങ്ങനെ ഇടും? 2 ഇട്ട് നോക്കുക ആദ്യം, അല്ലെ? എങ്ങനെ വാട്ടർ ഉണ്ടെങ്കിൽ ആദ്യം ഹൈഡ്രജൻ 3 ഹൈഡ്രജനും ഓക്സിജൻ ഇട്ട് നോക്കി, അപ്പൊ വേറൊരു സാധനം ഉണ്ടായി. അപ്പൊ മറ്റേ ഒരെണ്ണം കുറച്ചിട്ട് നോക്കുമ്പോനെ അപ്പൊ നമുക്ക് വെള്ളം ഉണ്ടായി. ഇപ്പൊ വീണ്ടും നമ്മൾ വീണ്ടും ഇട്ട് നോക്കും 2 ഹൈഡ്രജൻ, റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എത്ര തവണ വരുന്നോ അത്രയും തവണ ഇത് വരുമ്പോൾ നമ്മൾ എറർ കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 2 ചേർന്ന് കഴിഞ്ഞാലാണ് വാട്ടർ ഉണ്ടാവുന്നത്. അപ്പൊ ഈ 2 നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിൽ കയറ്റി. അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് സയന്റിഫിക് സാധനങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ എന്തും പഠിക്കാൻ പറ്റുന്ന ഇവർ പറയുന്നത്. സോഷ്യോളജിയും പഠിക്കാൻ പറ്റണം. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സോ സോഷ്യോളജി എന്ന് പറയുന്നത് സയൻസ് ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റഡീഡ് സയന്റിഫിക്കലി. അതുകൊണ്ട് തന്നെ അഗസ്റ്റ് കോംപ്റ്റ് ആദ്യം ഇതിന് സോഷ്യോളജി എന്നല്ല വിളിച്ചത്, സോഷ്യൽ ഫിസിക്സ് എന്നാണ് വിളിച്ചത്. ചില്ലർ സാധനം ഒന്നുമില്ല, കൊടുക്കുമ്പോൾ നമ്മൾ ഹയർ സാധനം പിടിക്കാവുള്ളൂ. സോഷ്യൽ ഫിസിക്സ്. സോ ഇനിഷ്യലി ദ നെയിം വാസ് സോഷ്യൽ ഫിസിക്സ്. ലേറ്റർ ഓൺ ഇതിന്റെ പേര് എന്താക്കി മാറ്റി? സോഷ്യോളജി ആക്കി മാറ്റിയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ബിലീവ് ദാറ്റ് ഓൾ സൊസൈറ്റി ഡെവലപ്ഡ് പ്രോഗ്രസ് ത്രൂ ദ ഫോളോയിങ് സ്റ്റേജസ്. എല്ലാം ഒരേപോലെയാണ്. ഇപ്പം നമുക്ക് എന്താ പഠിക്കാം? റിലീജിയസ്, മെറ്റാഫിസിക്കൽ, സയന്റിഫിക് സ്റ്റേജിലൂടെയാണ് എല്ലാ സൊസൈറ്റിയും പോവാ. We'll discuss later. So Comte argued that society needs scientific knowledge based on the facts, evidence to solve their problem, not speculation and superstition. ഇതൊന്നുമല്ല, സയന്റിഫിക് ആയിരിക്കണം, ഫാക്ട്സ് ആയിരിക്കണം, തിയറി ബിൽഡിംഗ് പോസിബിൾ ആയിരിക്കണം, ഒബ്സർവേഷൻ പോസിബിൾ ആയിരിക്കണം, കമ്പാരിസൺ പോസിബിൾ. വാട്ട് എവർ ദ മെത്തേഡ് യു സ്റ്റഡീഡ് ഫോർ സയൻസ്, ദ സെയിം മെത്തേഡ് തന്നെയായിരിക്കും എവിടെയും വരിക, സോഷ്യോളജിയിൽ വരണം എന്നതാണ് കോംപ്റ്റന്റെ ആഗ്രഹം. അപ്പൊ കോംപ്റ്റയ്ക്ക് എന്ത് ചെയ്യണം? ഫിസിക്സ് പോലെയുള്ള, സയൻസ് പോലെയുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കണം സോഷ്യോളജി. അങ്ങനെ ഒരു സബ്ജക്ട് ഡെവലപ്പ് ചെയ്യാനാണ് കോംപ്റ്റ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കോംപ്റ്റ് ഇതിനെ സോഷ്യൽ ഫിസിക്സ് എന്ന് ഇനിഷ്യലി വിളിച്ചിട്ടുണ്ടാവുന്നത് കേട്ടോ. സോ എന്താണ് സോഷ്യോളജിയുടെ ഡെഫിനേഷൻ വെച്ച് ചോദിക്കുകയാണെങ്കിൽ കോംപ്റ്റന്റെ പേരിൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻ സോഷ്യോളജി ആസ് എ സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന സബ്ജക്ട് ടു സയൻസ് ഓഫ് സോഷ്യൽ ഫിനോമിന subject to natural and variable laws, discovery of which in the object of investigations. എന്ത് ചെയ്യണം? ഇറ്റ്സ് നാച്ചുറൽ ലോസിന്റെ സബ്ജക്റ്റഡ് ആണ്. ലോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. അത് സയൻസിന്റെ അതേ ഡെഫിനേഷൻ ആണ് എവിടെയും കൊടുത്തിട്ടുള്ളത്.
സൊസൈറ്റിക്കും സോഷ്യോളജിക്കും കൊടുത്തിട്ടുള്ളത്. സോഷ്യോളജിന്റെ ഡെഫിനേഷൻ സൊസൈറ്റിനെ പറ്റി മാത്രമാണുള്ളത്. പക്ഷെ മാക്സ് വെബറിലേക്ക് വന്ന സമയത്ത് മാക്സ് വെബർ പറഞ്ഞത് ഇറ്റ് ഈസ് ആൻ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻസ്. കുറച്ചുകൂടി സയൻസിൽ നിന്ന് മാറി. കോംപ്റ്റന്റെ ഡെഫിനേഷൻ കണ്ടോ, കംപ്ലീറ്റ്ലി സയൻസ് എന്നാണ് സോഷ്യോളജി പറയുന്നത്. സയന്റിഫിക് പ്രിൻസിപ്പിൾ ആണ് സോഷ്യോളജി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മാക്സ് വെബർ കുറച്ചുകൂടി ലൈറ്റർ വോൺസ് തിങ്കർ ആണ്. അവിടേക്ക് എത്തുമ്പോഴേക്കും ഇനിഷ്യലി സോഷ്യോളജി, ഇനിഷ്യൽ തിങ്കേഴ്സ് എല്ലാം സയൻസ് എന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി സയൻസ് അല്ല, കാരണം സോഷ്യൽ സയൻസ് അല്ല, ഇതെങ്ങനെ സയൻസ് ആയി കണക്കാക്കാൻ പറ്റും. അപ്പൊ ലേറ്റർ തിങ്കേഴ്സ് പറഞ്ഞു ഇതെന്തല്ല മക്കൾ, ഇത് സയൻസ് അല്ല, ഇത് സോഷ്യൽ സയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ഗ്രൂപ്പ് എമർജ് ചെയ്തു. ഒരു വിഭാഗം പറഞ്ഞു സയൻസ് ആണ്, ഒരു വിഭാഗം പറഞ്ഞു ഇത് സോഷ്യൽ സയൻസ് ആണ്. മാക്സ് വെബർ എന്ത് ചെയ്തു, ഒരു സ്കോപ്പ് കിട്ടി അതിന്റെ നടുക്ക് കയറി അങ്ങ് നിന്ന് പറഞ്ഞു ഇത് എന്താണ്, മിക്സ് ഓഫ് സയൻസും ഉണ്ട് ഇതിനകത്ത്, സോഷ്യൽ സയൻസ് ഉണ്ട്. മാക്സ് വെബർ സോഷ്യോളജി തിയറിന്റെ നടുക്കാണ് എപ്പോഴും. രണ്ട് വിഭാഗം ഉണ്ട്, ഈ രണ്ട് വിഭാഗം ഒന്നിപ്പിക്കുന്ന ആരാണ്, മാക്സ് വെബർ ആണ്. പുള്ളി രണ്ടിനും അപ്പുറത്തും ഇപ്പുറത്തും വന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് പുള്ളി അത് സെറ്റ് ആക്കും. സോ മാക്സ് വെബർ സേസ് ദാറ്റ് ഇറ്റ് ഈസ് എ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ പ്രത്യേകത എന്താണ്, ഈച്ച് ആക്ഷൻ വിൽ ബി ഡിഫറെന്റ്, ഇറ്റ് ഈസ് ഇന്റർപ്രറ്റീവ്. സോ യു കനോട്ട് സേ ദാറ്റ് യു നോ എവരിബഡി കംസ് ടു ക്ലാസ് ഫോർ ദ സെയിം റീസൺ അല്ലേ. He coming to classes because he wanted to sleep in AC. But looking at outside, we think that everybody come here for sociology class. But the social action behind this interpretation is different. And the interpretation of his own action is different. So this is sociology is nothing but it's each individual will be taking actions. It is a study of action, and based on that, it is an interpretive social actions. So Max Weber says that interpretation or interpretive understanding of social action in order to arrive the causal explanation of its cause and effect. എന്ത് ചെയ്യുന്നു, ഇവന്റെ ആക്ഷൻ എടുക്കുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സയന്റിഫിക് ആക്കുന്ന എവിടെയാണ്. ഇന്റർപ്രറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അല്ലേ, സയന്റിഫിക് ആണോ. ഇവന്റെ ഇന്റർപ്രിട്ടേഷൻ വേറെ, എന്റെ ഇന്റർപ്രിട്ടേഷൻ വേറെ, ഓരോ ഇന്റർപ്രിട്ടേഷൻ വേറെ. പക്ഷെ ആ പുള്ളി അതിനെ സയന്റിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞത് ലിങ്ക് ചെയ്യണം. എവിടെ ലിങ്ക് ചെയ്യും, ഇതിനെല്ലാം പാറ്റേൺ ആക്കി മാറ്റും. ഉറങ്ങാൻ വന്നിരിക്കുന്ന 3 പേരെ പാറ്റേൺ ആക്കി. അപ്പൊ സം പീപ്പിൾ ഹാവ് ഉറങ്ങാൻ. സോ അവരുടെ കോസ് ഇതാണ്, അതുകൊണ്ട് ഇവിടെ എഫക്ട് ഇതായിരിക്കും സയന്റിഫിക് ആയില്ലേ. മറ്റാൾ എന്ത് ചെയ്തു, പഠിക്കാൻ വന്ന 2 ടീം, ആരുമില്ല, ഈ 2 പഠിക്കാൻ വന്ന 2 പേര്, അവരെ ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കോസും എഫക്റ്റും എടുക്കുന്നു. സോ ഇറ്റ് ഈസ് ആൻ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഇൻ ഓർഡർ ടു അറൈവ് ആൻ കോസൽ എക്സ്പ്ലനേഷൻ. കോസും അതിന്റെ എക്സ്പ്ലനേഷനും എടുക്കാനുള്ള അണ്ടർസ്റ്റാൻഡിംഗ് തിയറി ബിൽഡ് ചെയ്യുന്നതാണ് സോഷ്യോളജി എന്ന രീതിയിലേക്ക് പറയുന്നു. ഓക്കെ, സോ ബേസിക്കലി സോഷ്യോളജിന്റെ ഒരു ഒറിജിനിലേക്ക് നമ്മൾ വരുന്ന സമയത്തേക്ക് സോഷ്യോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മിഡിവൽ പീരീഡ് യൂറോപ്പിലാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി എമർജ് ചെയ്യുന്നത്. സോഷ്യോളജി അന്ന് എന്തായിരുന്നു, ഡാർക്ക് ഏജ് ടൈം ആണ്. ഡിഫറെന്റ് ഫാക്ടേഴ്സ്, വിൽ ഡിസ്കസ് ഓൾ ദിസ് തിങ് ബിഫോർ ദാറ്റ്. റിനൈസൻസിന്റെ മുമ്പ് യൂറോപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. സോ വിൽ ഡിസ്കസ് ഓൾ നോട്ട്സിൽ കാര്യം പഠിച്ചു. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു നിങ്ങൾക്ക് മറന്നു പോയിരിക്കുകയാണെങ്കിൽ മറ്റേ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മറന്നു. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, അതിനകത്ത് നോട്ടിൽ ഉണ്ടതെല്ലാം. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി റിനൈസൻസിന് മുമ്പ്, അതായത് റിനൈസൻസ് നടക്കുന്നതിന് മുമ്പ് ഈ മിഡിവൽ യൂറോപ്പിന്റെ സൊസൈറ്റി എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ആ സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമുള്ളത് നമുക്കൊരിക്കലും, കാരണം എന്താണ്, എന്തിന്റെ ബേസ് ചെയ്യാൻ പറ്റുള്ളൂ, ബേസ്ഡ് ഓൺ estate. If you are born to estate 3, you have to do whatever the profession allocated to that particular caste. If you are a son of professor, you become professor. You are a son of lawyer, you become lawyer. If you are a son of or daughter of agrarian, you never become agrarian, you just become wife of someone. Okay, so that is whatever you become. അത് തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജോലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾക്ക് എന്തില്ല, ഫ്രീഡം ഇല്ല, എംപ്ലോയ്മെന്റ് ഇല്ല. ദേ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അവർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. ഇനി പൈസ ഉണ്ടാക്കാൻ പറ്റുമോ, ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ഏർണിങ്സ് ബിയോണ്ട് യുവർ മീൻസ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെക്കാട്ടും അല്ലെ ബിയോണ്ട് യുവർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്,
ഈസ് കൺസിഡർ ആസ് എ സിൻ. സോ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ റിലീജിയസ്ലി അതെന്താണ്? ഇറ്റ്സ് കൺസിഡർ ആസ് എ സിൻ. സോ യു കാൻ മേക്ക് സോ മച്ച് മണി, യു കാൻ accumulate wealth. Accumulation of wealth is itself is considered as a sin under Catholics. So basically Catholic dominance, Christian dominated ആണ് യൂറോപ്പിൽ മൊത്തം. So accumulation of wealth എന്ന് പറയുന്നത് എന്താണ്? കൺസിഡർ ആസ് എ സിൻ അല്ലെ? ദുഷ്ടനെ ദൈവം എന്ത് ചെയ്യും? പന പോലെ വളർത്തും. അപ്പൊ ദുഷ്ടനാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ മ്യൂസിക് കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ, മ്യൂസിക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാട്ടും പാടാൻ പറ്റും നമുക്ക്. അപ്പൊ മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ദർ ഈസ് ഓൺലി ഡിവോഷണൽ സോങ്സ്. സോ നിങ്ങൾ ഹിസ്റ്ററി നോക്കിയേ, ഭക്തി മൂവ്മെന്റ് ആരെ പറ്റി പാടും? ദൈവത്തെ പറ്റിയൊക്കെയാ പാടുന്നത് അല്ലെ? അല്ലെങ്കിൽ അതിന് മുന്നുള്ള ടൈമിലുള്ള പീരീഡ് നോക്കി അമ്പലങ്ങളിലൊക്കെ നോക്കി എല്ലാം പാട്ട്. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഉണ്ട്. എന്ത് ഡാൻസ് ആയിരിക്കും? ടെമ്പിൾ ഡാൻസ്. ഇപ്പൊ മിഡിവൽ യൂറോപ്പ് ആണെങ്കിൽ റിലീജിയസ് ഡാൻസ് ഉണ്ടാവും. ഇന്ത്യയിൽ എന്താണ്? ദേവദാസി സിസ്റ്റം, ദേവദാസി ഡാൻസ്, ടെമ്പിളിൽ ഭരതനാട്യം, അങ്ങനത്തെ നാട്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ കാണുന്ന ഹിപ്പ് ഹോപ്പ് ഡാൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ? ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, ഈ പരിപാടികളൊന്നുമില്ല. പക്ഷെ എന്ത് മാത്രമേ ഉള്ളൂ? ഡാൻസ് കളിക്കാം. പക്ഷെ ഡാൻസ് എന്തിനെ പറ്റി ആയിരിക്കണം? ഡിവോഷനെ പറ്റി ആയിരിക്കും. ഫുഡ് ചോയ്സസ് ആണെങ്കിലോ? ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഫുഡിന് എന്തുണ്ട്? ചോയ്സസ് ആർ ലിമിറ്റഡ്. ഫുഡ് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ യു ഷുഡ് ഈറ്റ് വെജിറ്റേറിയൻ, ലോവർ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നോൺ വെജിറ്റേറിയൻ. ഫുഡ് ചോയ്സസ് ആർ ലിമിറ്റഡ്. ബേസ്ഡ് ഓൺ ദാറ്റ് ഇനി ലോവർ കാസ്റ്റിനും വെജിറ്റേറിയൻ ആണെന്ന് വെച്ചിട്ട് ഇഷ്ടമുള്ള കഴിക്കാം. നെയ്യ് ഉപയോഗിച്ച് ഫുഡ് കഴിക്കാൻ പാടില്ല. ദർ ആർ സർട്ടൻ റെസ്ട്രിക്ഷൻസ്. പ്യൂരിറ്റി ഫുഡ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? കഴിക്കാൻ പറ്റില്ല. പൊല്യൂട്ടഡ് ഫുഡ്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പിക്ചർ വരയ്ക്കാൻ പറ്റുമോ? പെയിന്റിംഗ് വരയ്ക്കാൻ പറ്റുമോ? ദർ വാസ് പെയിന്റിംഗ് അല്ലെ? പണ്ടും പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ പെയിന്റിംഗ് എന്തിനെ പറ്റിയായിരുന്നു? പെയിന്റിംഗ് വാസ് അബൌട്ട് ഗോഡ്, കിങ്. ഇപ്പൊ നിങ്ങൾ നോക്കിയ മുഗൾ പീരീഡിൽ, ഇവരൊക്കെ പീരീഡിൽ പണ്ട് പെയിന്റിങ്സ് ഉണ്ട്. പക്ഷെ കോർട്ട് പെയിന്റിങ്സ് ആയിരിക്കും, മുഗളിന്റെ പെയിന്റിംഗ് ആയിരിക്കും, അവരായിരിക്കും. പിന്നെ ലേറ്ററിലാണ് പിന്നെ പല്ലിന്റെയും പൂച്ചന്റെയും അല്ലെ ഒക്കെ പിന്നെ താറാവിന്റെ ഒക്കെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത്. ഇനിഷ്യലി എന്താണ്? ദൈവങ്ങളുടെയാണ്. അർദ്ധനാരീശ്വരി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, വിഷ്ണുവിന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലെ, ബുദ്ധന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ദൈവത്തിനെ പറ്റിയും അതിന്റെ സ്വപ്നങ്ങളും അല്ലെ, ജാതക സ്റ്റോറീസ്. ബേസിക്കലി ഓൾ റിലീജിയസ് ആണ്. സോ പെയിന്റിങ്സ്, മ്യൂസിക്, ഈവൻ ഡാൻസ്, എവറിത്തിങ് വാസ് അലൗഡ്. ബട്ട് എവറിത്തിങ് വാസ് ഡിപ്പെൻഡ്സ് ഓൺ ദി എന്തായിരുന്നു? മ്യൂസിക് എല്ലാം ദൈവത്തിന് ബന്ധപ്പെട്ട് ഡിവോഷണൽ ആയിരുന്നു, റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റിനൈസൻസ് ആയപ്പോഴേക്കോ പെയിന്റിംഗിൽ എന്തെങ്കിലും മാറ്റം വന്നോ? വൈ ഷേക്സ്പിയർ ഈസ് സോ സെലിബ്രേറ്റഡ്? ഷേക്സ്പിയറിനെ എത്ര സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താ? നമ്മൾ ഷേക്സ്പിയർ പറയില്ല അടിപൊളിയാണ്, അങ്ങനെയാണ് അല്ലെ? വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് മൊണാലിസ പെയിന്റിംഗ്? There are like thousands of paintings which is far better than Mona Lisa painting. Mona Lisa painting is just beginning alle. And why that? What was its celebrated? It is the first time that they started talking about common people. Till then everybody started talking about king, court, everything. Mona Lisa is kind of a common man, common emotions. Shakespeare is wrote dramas about comedy, that to dark comedies, common people comedy. Till then court, for example, namakku Abhinana Shakuntala. It's a story about whom? King and Shakuntala and their love stories and everything. It's not about common people. We don't understand such kind of stories because their life is so far beyond the common man's understanding of what's life. Shakuntala തേടി നടക്കുന്ന രാജാവിന് മൊത്തം പരിചാരകർ, ഇതൊക്കെ this is not relatable to a common man. But Shakespeare started writing about common person, common comedy. So before Renaissance period എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി പീരീഡിനകത്ത് എന്തായിരുന്നു? വേൾഡ് മൊത്തം എന്തിനെ ചുറ്റിയായിരുന്നു? വേൾഡ് എന്തായിരുന്നു? ഗോഡ് സെൻട്രിക് ആയിരുന്നു അല്ലെ? സെന്റർ ഓഫ് അട്രാക്ഷൻ എന്താണ്? ഗോഡ് ആണ് എന്തെന്ന് പറയുന്നത്, എല്ലാത്തിന്റെ സെന്റർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്തിനെ പറ്റിയാണ്? ഗോഡിനെ പറ്റിയായി. പെയിന്റിങ് ആയി, ഡാൻസ് ആയി, റിലീജിയൻ മീൻസ് സയൻസ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, എവറിത്തിങ് വാസ് എ ഗോഡ് സെൻട്രിക് വേൾഡ്. സോ ബിഫോർ റിനൈസൻസ് മിഡിൽ യൂറോപ്പ് എന്ന് പറയുന്ന കൈൻഡ് ഓഫ് എ ഗോഡ് സെൻട്രിക്, എല്ലാം ഡിവോഷണൽ ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ റിനൈസൻസ് അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ റിനൈസൻസ് ദിസ് ചേഞ്ച് ഇൻ ടു ഗോഡ് സെൻട്രിക് വേൾഡ് ടു എ ഹ്യൂമൻ സെൻട്രിക് വേൾഡിലേക്ക് എന്ത് ചെയ്തു? വേൾഡ് മാറി, ഹ്യൂമൻ സെൻട്രിക് യൂറോപ്പായി മാറി. എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാം
ഹ്യൂമൻസിനെ പറ്റി പെയിന്റിംഗ് എന്തിനെ പറ്റി തുടങ്ങി? കോമൺ മാൻ, മോണാലിസ പെയിന്റിങ്സ്. ഷേക്സ്പിയർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് കോമൺ മാൻസ് ഡ്രാമനെ പറ്റി എഴുതാൻ തുടങ്ങി. മ്യൂസിക്, പോപ്പ് കൾച്ചർ മ്യൂസിക്, ഹിപ്പ് ഹോപ്പ് മ്യൂസിക്സ് വരാൻ തുടങ്ങി. ഡെമോക്രസി സ്റ്റാർട്ടഡ്, കിങ് മൊണാർക്കൽ റൂൾ മാറാൻ തുടങ്ങി. സോ ഇനിഷ്യലി എവറിത്തിങ് വാസ് ഗോഡ് സെൻട്രിക്. ലേറ്റർ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റിനൈസൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? നമുക്കെല്ലാം ഹ്യൂമൻ സെൻട്രിക് ആയി നോക്കാം. നമുക്ക് ഓരോ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ ലിറ്ററേച്ചറിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പണ്ടത്തെ ലിറ്ററേച്ചർ എല്ലാം എന്താണ്? ഗോഡ് സെൻട്രിക് ആണ്. പക്ഷെ പിന്നീട് എന്താ ചെയ്യാൻ തുടങ്ങി? കുറെ സാധനം ഭയങ്കര കൺഫ്യൂസിങ് ആണ്. റൈറ്റർ എന്താന്ന് തുടങ്ങി? ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷേക്സ്പിയർ എഴുതാൻ തുടങ്ങി. വില്യം ഷേക്സ്പിയർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അബൌട്ട് കോമൺ മാൻ സ്റ്റോറീസ്, ഡ്രാമ എഴുതാൻ തുടങ്ങി. അതേപോലെ തന്നെ മോണാലിത്ത് പീസ് ഓഫ് ആർട്ട് വേർ കോമൺ മാന്റെ ഇമോഷൻസ്. ഒക്കുപേഷൻസ് ആണെങ്കിലോ ഇനിഷ്യലി എന്തായിരുന്നു? റിലീജിയസ് ആയിരുന്നു എല്ലാ ഓക്കുപേഷൻസ് എന്ന് പറയുന്നത്. റിലീജിയസ് സാങ്ഷൻഡ് ആയിരുന്നു ഓക്കുപേഷൻസ് എല്ലാം. ഓക്കെ, ഇപ്പൊ കാസ്റ്റ് ബേസ്ഡ് ആണ് ജോബ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് റിലീജിയസ് സാങ്ഷൻസ് ആണ്. എസ്റ്റേറ്റ് ബേസ്ഡ് ആണ്. അത് പ്രീസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജോബ്സ് വരുന്നത്. പക്ഷെ ഇപ്പൊ ഹ്യൂമൻ സെൻട്രിക് ആയി. ഏർലിയർ ബിഫോർ റിനൈസൻസ് സർജറി വാസ് കൺസിഡർ ആസ് എ സിൻ. യൂറോപ്പിൽ എന്താണ് സർജറി കൺസിഡർ ആസ് എന്താണ്? വൈ ഇറ്റ് ഈസ് കൺസിഡർ ആസ് സിൻ? ബിക്കോസ് ഹ്യൂമൻ ബോഡി ഈസ് എ ക്രിയേച്ചർ ഓഫ് God, and any alternation of this body is kind of considered as a sin, because you can't alter anything in this human body. So if you are making an hole and doing something inside, that means you are doing the will of the against the will of the God. So surgery was considered as a sin. Now ipo endana surgery modern medicines vannu അല്ലെ, അലോപ്പതി മെഡിസിൻസ് വന്നു, മോഡേൺ മെഡിസിൻസ് സർജറി ചെയ്ത് ഹ്യൂമൻ സെൻട്രിക് ആകാൻ തുടങ്ങി. മ്യൂസിക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹിപ്പ് ഹോപ്പ് മ്യൂസിക്സ് കാണാൻ പറ്റും. ഏർലിയർ ഇറ്റ് വാസ് ഓൺലി ഡിവോഷണൽ മ്യൂസിക്. ഹിപ്പ് ഹോപ്പ് മ്യൂസിക്സ്, റാപ്പ് മ്യൂസിക്, ആഫ്രിക്കൻ ബ്ലാക്ക് മ്യൂസിക്സ്, ഇതൊക്കെ എന്താന്ന് തുടങ്ങി? മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് ആവാൻ തുടങ്ങി. ഇപ്പൊ വേടന്റെ മ്യൂസിക്, മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് അല്ലെ, റിയാക്ഷണറി മ്യൂസിക് ആകാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചമർ ദളിത് റാപ്സ് ഉണ്ട്. ചമർ ദളിത് റാപ്സ്, ദളിത് മൂവ്മെന്റ് റാപ്പ് സോങ് ആണ്. ചമർ കാസ്റ്റിന്റെ ദളിത് റാപ്സ് ആണ്. ദേ ആർ യൂസിങ് മ്യൂസിക് ആസ് എ ടു പ്രൊട്ടസ്റ്റ് ഓർ കൺവേ ദെയർ ഐഡിയ ഓഫ് ഫ്രീഡത്തിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ നോക്കി? അവർ പറയാൻ നോക്കി. പിന്നെ പണ്ട് ലിറ്ററേച്ചർ നോക്കുവാണെങ്കിൽ എവറി ബുക്ക് വാസ് റിലേറ്റഡ് ടു ബൈബിൾ. മീൻസ് ബേസിക്കലി ഐ എം ടോക്കിംഗ് അബൌട്ട് യൂറോപ്പ്. സോ ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ ബുക്സ്. അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്തേ വായിക്കുള്ളൂ? ബൈബിളെ വായിക്കുള്ളൂ. ദാറ്റ് ടു കോമൺ മാന്റെ ലാംഗ്വേജിലാണോ? അല്ല, only from the estate 1 and estate 2 will understand how to read Bible. Okay, ബാക്കിയുള്ളവർക്ക് എന്തല്ല ബൈബിൾ ആക്സസും അല്ല. അപ്പൊ only literature available before Renaissance it was Bible. But now after Renaissance period new subjects emerged. എന്തൊക്കെ? ഫോർ എക്സാമ്പിൾ പൊളിറ്റിക്കൽ സയൻസ് emerged, ഫിസിക്സ് emerged, സയൻസ് emerged, മാത്തമാറ്റിക്സ് emerged. ഇവൻ എന്ത് ചെയ്തു? സോഷ്യോളജി ആസ് എ സബ്ജക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയ സബ്ജക്ട് മാറ്ററുകൾ ഉണ്ടാകാൻ തുടങ്ങി. പുതിയ ലിറ്ററേച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി? ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡ്രാമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ഗോഡ് സെൻട്രിക് ആയിരുന്നു. ഇത് ഡാൻസ് എന്ത് ചെയ്തു? പണ്ട് ടെമ്പിൾ ഡാൻസ് ആയിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തില്ല? ടെമ്പിൾ ഡാൻസ് മാത്രമല്ല ഹ്യൂമൻ ഡാൻസ് കൂടി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. സോ ഫോക്കസ് ഓഫ് പീരീഡ് ഓഫ് ഹ്യൂമനൈസേഷൻ ആയിരുന്നു. എന്താണ്? കംപ്ലീറ്റ് പീരീഡിൽ എന്ത് ചേഞ്ച് വന്നു? കംപ്ലീറ്റ്ലി ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള വേർഡിലേക്ക് റിനൈസൻസ് വീണ്ടും വന്നു. സോ വാട്ട് ഈസ് ആക്ച്വലി റിനൈസൻസ് ദെൻ? എന്താണ് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ? റിനൈസൻസ് വന്നു, ഇതൊക്കെ മാറി, റിനൈസൻസ് വന്നു, ഇത് മാറി എന്ന് പറഞ്ഞു. റിനൈസൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ റിനൈസൻസ് ബേസിക്കലി? വാട്ട് ഈസ് റിനൈസൻസ്? ഇപ്പൊ നമ്മൾ പറയാം ഇന്ത്യയിൽ റിനൈസൻസ് പീരീഡ് നടത്തിയാണ് രാജാറാം മോഹൻ റോയിന്റെ സമയത്താണ് റിനൈസൻസ് നടത്തിയെന്ന് പറയും. വാട്ട് ഈസ് ആക്ച്വലി റിനൈസൻസ്? ചേഞ്ച് കൊണ്ടുവരുന്ന നമ്മൾ വേണമെങ്കിൽ റെവല്യൂഷൻ എന്ന് വിളിക്കാം. വൈ ഇറ്റ്സ് കോൾഡ് റിനൈസൻസ്? തിരിച്ചുവരവല്ല, it's basically Renaissance is nothing but it's a cultural awakening. You are doing something wrong till then. So for example, why Rajaram Mohan Roy called as a leader of Renaissance movement in India? Because he is doing that cultural awakening and he's questioning the cultural practices we are following till then. Sati system, caste system, okay, such kind of widow remarriage allow cheyunu. So all these are against our cultural system. So we are making people awakening of their cultural systems. There is a blind side or blind eye we kept towards our culture. We strictly simply following our cultural system, thinking that this is right. But
Renaissance will awakening our cultural awakening on the philosophy of humanism, on the philosophy of individualism, on the philosophy of scientific principle. This is called, or on the principle of secularism. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിനൈസൻസ് അല്ലെങ്കിൽ റിനൈസൻസ് കാര്യങ്ങൾ എന്ന് പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ ഇനിയിപ്പോ ഗവർണൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിനൈസൻസിന്റെ ഇമ്പാക്ട് കാണാൻ പറ്റും. ഇപ്പം റിനൈസൻസിന്റെ മുന്നേ ഗവർണൻസ് എങ്ങനെയായിരുന്നു? What was the idea of Renaissance? So governance before Renaissance. ആരായിരുന്നു റൂൾ ചെയ്തേ? അതിന് നമ്മൾ എന്താ വിളിക്കുക? Monarchy. Monarchy on the basis of how monarchy get power? From the church എന്ത് ചെയ്യുന്നുണ്ട്? സാങ്ഷനിങ് പവർ. നമ്മൾ പറയും ഇപ്പൊ ഇന്ത്യ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല കിങ്സും വിൽ ടേക്ക് ദി ടൈറ്റിൽ രാജാതി രാജ, രാജാതി രാജാതി രാജ, അങ്ങനെ പല പേരെടുക്കാറില്ലേ? ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ ഇത് അവന്റെ ഇതാക്കാൻ. സോ വി ഓൾവേസ് ടേക്ക് ദ പവർ ഡയറക്ട്ലി ഫ്രം ദി religion, God. So rulers started claiming that they are the chosen ones of gods, or they are the God in themselves. They are the part of God. So automatically, why they are doing like that? If they are the part of God, or if they are the chosen one of the God, then people cannot questioning the rulers. So there is a autonomy, dominance, monarchy. So law are believed, or whatever the law made by this monarch is considered as a law made by God. So these are the laws sanctioned by God. So whatever law you make in the churchil എന്ത് ചെയ്യും? ഈ ലോസ് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇന്ന് ഇപ്പം രാജാവിന് മാറ്റം വന്നു, ചർച്ചിൽ എന്ത് ചെയ്യും? ഇപ്പൊ സൺഡേ മാസ് ഉണ്ടാവും. സൺഡേ മാസിന് മുമ്പ് എന്ത് ചെയ്യും? പുതിയ തീരുമാനങ്ങൾ ചർച്ചിലൂടെയാണ് അവതരിപ്പിക്കുക. ഇപ്പൊ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ടെമ്പിൾ എന്ത് ചെയ്യും? എല്ലാവരും ഉള്ള സ്ഥലത്ത് ഈ നിയമങ്ങൾ എല്ലാവരും കൂടിയിട്ട് അറിയിക്കും. മുസ്ലിംസിനിടെ ആണെങ്കിൽ വെള്ളിയാഴ്ച പള്ളികളിൽ എന്ത് ചെയ്യും? ഈ റൂളേഴ്സിന്റെ തീരുമാനങ്ങൾ ഇവർ അറിയിക്കും. സോ ഇതെന്ത് ചെയ്യുന്നു? ത്രൂ ഇപ്പം ഖലീഫറ്റാണ് തീരുമാനം എടുക്കുന്നത്, പക്ഷെ ആ തീരുമാനം എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്? ത്രൂ ചർച്ച്. ഈവൻ ടുഡേ യു ക്യാൻ സീ ദിസ് തിങ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇലക്ഷന്റെ സമയം വരുന്നു. ഇലക്ഷൻ സമയം വരുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ആര് തീരുമാനിക്കും? ചർച്ച് തീരുമാനിക്കും. ആൻഡ് മെനി പീപ്പിൾ സ്റ്റിൽ കൺസിഡർ ദാറ്റ് ദീസ് ആർ ദ വേർഡ്സ് ഫ്രം ഗോഡ്. whatever പള്ളിയിലച്ചൻ ഈസ് സേയിങ്, ഇറ്റ്സ് പാർട്ട് ഓഫ് ഗോഡ്, ബിക്കോസ് ദേ ആർ ദി ദൈവപുത്രന്മാർ, അല്ലെങ്കിൽ എന്താ പറയാ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. സോ സ്വാഭാവികമായിട്ട് അവർ പറയുന്ന എല്ലാം എന്താണ്? ഗോഡ് പറയുന്നതായിട്ടാണ് ആളുകൾ കണക്കാക്കുക. സോ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പല ഡിസിഷൻസും പള്ളികളിൽ വിളിച്ചു പറയുന്നതും, അല്ലെങ്കിൽ എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ വിളിച്ചു പറയുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഡിസിഷൻസ് വരുന്നത് ഈ ട്രഡീഷനിലാണ് എന്ത് ചെയ്യുന്നത്? മൊണാർക്കുകളും ജീവിക്കുന്നത്. മൊണാർക്സ് ആർ കൺസിഡർ ദാറ്റ് ഓൾ ദ റൂൾസ് ദേ ഹാവ് മെയ്ഡ് ഓൺ ദ സാങ്ഷൻസ് ഓഫ് ഗോഡ്. ആൻഡ് സിൻസ് ദ ഗോഡ് ഈസ് മേക്കിംഗ് റൂൾ, എന്ത് ചെയ്യുന്നു? യു കൻ നോട്ട് ഡിനൈ ദ റൂളിംഗ് ക്ലാസ്. യു കൻ നോട്ട് ക്വസ്റ്റ്യനിങ് ദ റൂളിംഗ് ക്ലാസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ബിഫോർ ദ പീരീഡ് ഓഫ് റിനൈസൻസ് പീരീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വാസ് ദ തിയറി? It was a divine origin theory. So religion or power comes from divine origin theory. It is not by democracy. It is not by the people, of the people, for the people. It is for divine. The power came from divine. Divine origin theory was followed. So king has the divine sanction. The God has chosen the king to rule. So whatever law made by king is a part of religion, is a part of divine. So priest എന്ത് ചെയ്യും? ഈ ഡിവൈൻ തിയറി ആരെ വിശ്വസിപ്പിക്കുക? അവിടെയാണ് പ്രീസ്റ്റും ഈ ക്ഷത്രിയാസും ബ്രാഹ്മിൻസും തമ്മിലുള്ള ബന്ധം പോലെ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം. സെക്കൻഡ് എസ്റ്റേറ്റ് ആണ് റൂൾ ചെയ്യുന്നത്, ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? റിലീജിയസ് ചെയ്യുന്നത്. പക്ഷെ ഇത് ബിലീവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്? ഫോർ എക്സാമ്പിൾ, ഞാൻ ദൈവമാണ് ഞാൻ തന്നെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഇത് ആര് പറയും? പള്ളിയിലച്ചൻ പറയും, ഞാനാണ് കിങ്, എന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ള ദൈവം, ഞാൻ പറയുന്നത് കേൾക്കണം, ഈസ് ദ ചൂസൻ വൺ. ക്ഷത്രിയാസിലും അങ്ങനെ ചെയ്തു. ക്ഷത്രിയാസിനോട് ബ്രാഹ്മിൻസ് എന്ത് പറയും? അമ്പലത്തിൽ പോയിട്ട് ഈസ് ദ ചൂസൻ, പൂജ ചെയ്യും. ചെയ്തു, ഇയാളാണ് ചൂസൻ വൺ, ഇയാളെയാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്, മഹാദി രാജാതി രാജ എന്ന് പറയും, അല്ലേ? അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യില്ല, കാരണം ദൈവത്തിന്റെ ആളാണ്, ദൈവത്തിന്റെ സാങ്ഷൻ ഉള്ള ആളായിട്ടാണ് വരിക. പക്ഷെ മോഡേൺ സൊസൈറ്റി ആഫ്റ്റർ റിനൈസൻസ് ലോ എന്തായി? ലോ ഷിഫ്റ്റഡ് ഫ്രം ഡിവൈൻ ഒറിജിൻ തിയറി ടു ലോ സ്റ്റാർട്ടഡ് മെയ്ഡ് ബൈ അസ്. Who make the laws? We make the laws. People started making law. Democracy, അല്ലേ? അപ്പൊ ഇവിടെ ഡിവൈൻ ഒറിജിൻ തിയറി ആയിരുന്നെങ്കിൽ എന്താണ്? ഹ്യൂമൻ സെൻട്രിക് ആയി ഗവർണൻസ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ലോ ഉണ്ടാക്കുന്ന ഹ്യൂമൻസ് ആയി തുടങ്ങി, ലോ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളായി തുടങ്ങി, അല്ലേ? അപ്പം ഇനിഷ്യലി തിയോക്രാറ്റിക് ആയിരുന്നു, തിയോക്രാറ്റിക് ആൻഡ് മൊണാർക്കൽ സിസ്റ്റം ആയിരുന്നു ബിഫോർ. തിയോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ റിലീജിയസ്ലി സാങ്ഷൻഡ് ആണ് ഗവർണൻസ് എന്ന് പറയുന്നത്. മൊണാർക്കിലാണ് കിങ് ആണ് റൂൾ ചെയ്യുന്ന ഫോം ഓഫ് ഗവൺമെന്റ്. സോ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഇതാണ്. പക്ഷെ ടുഡേ ഇറ്റ് ഈസ് ഡെമോക്രസി
That is for the people, by the people, of the people, by the people, for the people ആയിട്ട് മാറി എന്ത് ഡെമോക്രാറ്റിക് ഐഡിയാസ് എന്ന് പറയുന്നത്. ലോസ് പണ്ട് റിലീജിയസ് ആയിരുന്നു, റിലീജിയസ് സാങ്ഷൻ. ഫോർ എക്സാമ്പിൾ ഷെരിയ ലോ. ഷെരിയ ലോ ഈവൻ ടുഡേ ഇസ് ദർ, ഇറ്റ് ഈസ് എ റിലീജിയസ്ലി സാങ്ഷൻഡ് ലോ. ദാറ്റ് മീൻസ് ഗോഡ് ആണ് എന്ത് ചെയ്യുന്നത്, ലോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നത്. സാങ്ഷൻഡ് ബൈ ആൻഡ് അപ്രൂവ്ഡ് ബൈ ഗോഡ്. വുമൺ എൻട്രി ടു ശബരിമല ഈസ് പ്രൊഹിബിറ്റഡ് by religion. Why nobody is there to wanted to enter? Even when Supreme Court allowed entry of women to Shabarimala, many women actually refused. Not many women, majority of the women are refused to enter to Shabarimala, even though it's legally rightful. Why? Because the law is actually created, not entry. See, the allocation of allowing entry to women to Shabarimala is allowed by an institution which is a human-centric institution, which is Supreme Court. But the denial of authority, means entry of women, is done by God. And if you deny the authority of God, what will happen? What happened in Kerala because of that? There was flood. Why flood happened in Kerala? Basically. So for them, it's true. It's reinstating their belief system. They're thinking that, okay, ഞാൻ അന്നേ പറഞ്ഞ കയറി കേരളത്തിന് പണി കിട്ടി, പക്ഷെ വെള്ളം മുങ്ങി ശബരിമലയ്ക്ക്. Sadly, but even the temple were also under the water. So God do not have any discretion, I think. Okay. So എന്ത് ചെയ്യാൻ തുടങ്ങി? People started contributing for major works. For example, Leonardo da Vinci started drawing about human-centric. ആളുകളെ, കോമൺ മാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പെയിന്റ് ചെയ്യാൻ തുടങ്ങി. ഡാവിഞ്ചി പെയിന്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് വാസ് കോമൺ പീപ്പിൾ, ഇറ്റ്സ് കോമൺ ഇമോഷൻസ്, സ്മൈൽ, കരച്ചില്, വിഷാദം, ആങ്സൈറ്റി, ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾ വരയ്ക്കാൻ തുടങ്ങി. സോ സയൻസിന്റെ നേച്ചർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇനിഷ്യലി ഞാൻ പറഞ്ഞു സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് എ എർത്ത് സെൻട്രിക് വേൾഡ്. എർത്ത് വാസ് ദ സെന്റർ ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് സൺ യൂസ് ടു ഓൾ അതർ ദ പ്ലാനറ്റ് യൂസ് ടു റിവോൾവ് അറൌണ്ട് ദി എർത്ത്. സോ ആൻഡ് who was the scientific research ചെയ്യുന്ന ആരായിരുന്നു അന്ന്? എർത്ത് വാസ് സെന്റർ ആൻഡ് സൺ എന്താണ്? റിവോൾവ് അറൌണ്ട് ചെയ്യുന്നതാണ്. എർത്ത് ആയിരുന്നു സെന്റർ എന്ന് പറയുന്നത്. ആൻഡ് ഹു വാസ് ദ നാസ ദെൻ? ചർച്ച് വാസ് ഡൂയിങ് ദ ഫംഗ്ഷൻ ഓഫ് what NASA does today. Okay. So NASA ഇന്ന് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും അന്ന് ആരാ ചെയ്തത്? Church used to explain why all these things are like this. And church used to say that, priestly class എന്ത് ചെയ്തു? Directly they used to say that this is what the God says. God said that this is like this. So the same function എന്ത് ചെയ്യുന്നു? പക്ഷെ today science എന്ത് ചെയ്യുന്നു? Universal origin എന്ന് പറയുന്നത് എന്താണ്? Who created the world? As per church, this the God created the world. അല്ലേ? So God created world because there are step says that first ദിവസം ഇന്നത് ഉണ്ടാക്കി, സെക്കൻഡ് ദിവസം അത് ചെയ്തു, എത്രാമത്തെ ദിവസമാണ് മനുഷ്യൻ? ആദിയിൽ ഒരു ഇതുണ്ടല്ലോ, ഒരു ചൊല്ലുണ്ടല്ലോ, ആദിയിൽ ഇതുണ്ടായി, അതിൽ അങ്ങനെ ഒരു 6ാമത്തെ ദിവസം അങ്ങനെ എന്തോ ആണ് ഹ്യൂമൻസിനെ ഉണ്ടാക്കുന്നത്. ഇത് ഓരോന്ന് വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷെ വാട്ട് സയൻസ് സേസ് നൗ, ഇറ്റ്സ് എ ബിഗ് ബാങ് തിയറി. യൂണിവേഴ്സ് ആസ് പാർട്ട് ഓഫ് ബിഗ് ബാങ് തിയറി. ആൻഡ് till then scientific for asteroid, why asteroids comes to earth? It is because of sin. Whatever, if you have done any sin, that is why asteroid coming. Now there is an explanation why asteroid coming to earth. Why pandemics happen? Till then അന്നും പാൻഡമിക്കുകൾ കുറെ ഇതായിട്ടുണ്ട്. പക്ഷെ ആ പാൻഡമിക് ഈസ് പാർട്ട് ഓഫ് എ വസൂരി ഉണ്ടാവാനുള്ള റീസൺ എന്തായിരുന്നു? വസൂരി ഈസ് എ സിൻ. ആ സൊസൈറ്റിയിൽ എന്തെങ്കിലും സിൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ സൊസൈറ്റിയെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? വസൂരി ഉണ്ടാവുന്നത്. But now we have everything scientific. We are not, science is not explained, or natural phenomena are not explained on the basis of theology. Till then the natural phenomena and science was explained on the basis of theology. Now we no longer explain the basis of theology, and there is a new discipline emerged which is called science. So Renaissance എന്ന് പറയുന്ന പീരീഡിൽ ബേസിക്കലി റിനൈസൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു, റിനൈസൻസ് is something but cultural awakening. ഓക്കെ. റിനൈസൻസ് കൊണ്ട് രണ്ട് സാധനങ്ങൾ ഉണ്ടായി. ഒന്നെന്താണ്? സയന്റിഫിക് റിസർച്ച്.
അതേപോലെ തന്നെ ഉണ്ടായ വേറെ സാധനമാണ് എന്തെന്ന് പറയുന്നത് റിനൈസൻസിലാണ് എൻലൈറ്റ്മെന്റ് തിങ്കിങ്. എൻലൈറ്റ്മെന്റ് ഭാഗമായിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഫ്രഞ്ച് റവല്യൂഷൻസ് ഉണ്ട്. എൻലൈറ്റ്മെന്റ് പീരീഡിലാണ് നമ്മൾ ഹ്യൂമാനിസത്തിനെ പറ്റി പറയുന്നത്, റൈറ്റ്സിനെ പറ്റി, സെക്യുലറിസത്തിനെ പറ്റി, പാട്രിയാർക്കിയെതിരെ സംസാരിക്കുന്നത്. ഹിയർ വി സെഡ് അബൌട്ട് സ്റ്റീം എൻജിൻസ്, മാസ് പ്രൊഡക്ഷൻ, അതൊക്കെ പറയാൻ തുടങ്ങി. ഇറ്റ് ലെഡ് ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻസ്. സോ ഓട്ടോമാറ്റിക്കലി ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത്? മോഡേണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് സം പീപ്പിൾ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഓട്ടോമാറ്റിക്കലി ഇതിനെ ആരെ എതിർത്തിട്ടുണ്ടാവും? സം പീപ്പിൾ കോൾഡ് കൺസർവേറ്റീവ് force. So they wanted the earlier society. This conservative force led to the emergence of sociology as a subject matter. Okay. So basically under scientific research, basically what we had discussed, we discussed about science, nature. But in sociological means, in under enlightenment, we discuss about economy, we discuss about polity, we discuss about the rights of humans, we discuss about family systems. So under that we have witnessed French Revolution. So scientific revolution എന്ന് പറഞ്ഞ അർത്ഥം, it is a period where revolutionary movement involved changes of science. Okay, pre science explanations എന്തായിരുന്നു? ചർച്ച കൊടുത്ത എക്സ്പ്ലനേഷൻ, ആര് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തുടങ്ങി? Now science started giving explanation rather than science giving explanation. So basically എന്ത് ചെയ്തു? ജിയോസെൻട്രിക്കൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി എന്താ പറഞ്ഞ church used to give the explanation. Scientific researcher who used to give the explanation, it was church-centric explanation. Now human-centric, scientific-based, evidence-based explanations, research-based explanation. That led to the initiation of scientific research, which led to the industrial revolution. Geocentric world നമ്മൾ പറഞ്ഞു. ഇപ്പം കോപ്പർനിക്കസ് ഇവരൊക്കെ എന്താണ് സയന്റിഫിക് എവല്യൂഷന്റെ ഭാഗം. ഗലീലി അല്ലെ? അതേപോലെ തന്നെ കെപ്ലർ എന്ത് ചെയ്തു? ഫിസിക്സിലുള്ള ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ എംപിരിക്കൽ എവിഡൻസ്, ന്യൂട്ടൺ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു അല്ലെ? ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും എന്തായിരുന്നു? ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ഗോഡ് വിൽ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി ദ പെൻ ഈസ് ഗോയിങ് ഡൗൺ എന്നുള്ളത് ആര് കണ്ടുപിടിച്ചു? ഇവർ കണ്ടുപിടിച്ചു. സോ all these people trying to explain that whatever experiment, everything is happened on the basis of logic, on the basis of science. So ഇതിന്റെ ഭാഗത്താണ് എന്ത് ചെയ്തത്? നമ്മൾ സയന്റിഫിക് റിസർച്ചിന്റെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൊസൈറ്റി ഉണ്ടായെന്ന് പറയുന്നു. വേറൊരു ടീമാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. എൻലൈറ്റ്മെന്റിൽ ബേസിക്കലി നമ്മൾ എന്താ കണ്ടെത്തിയിട്ടുള്ളത്? എൻലൈറ്റ്മെന്റിൽ ബേസിക്കലി ഹൗ ടു ബി ബെറ്റർ എക്കണോമി ഉണ്ടാക്കാം, ബെറ്റർ പോളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബെറ്റർ ഡെമോക്രാറ്റിക് സിസ്റ്റംസ് എങ്ങനെ ഉണ്ടാക്കാം, ഗവർണൻസ് സിസ്റ്റം എങ്ങനെ ഉണ്ടാവാം, and humans should be ruling humans, not God. That was the biggest question. Till then, who was ruling humans? Not humans. It is God ruling humans, because the king is ruling on the behalf of God. So God used to rule humans. The problem is that since there is a power hierarchy, humans cannot ask questions back. There is no accountability, there is no transparency. So there was always an exploitation because of this hierarchy. Now, during the enlightenment period, we demanded for a humans rule humans rather than God rules humans. അതേപോലെ തന്നെ എന്ത് ചെയ്തു? we started talking about what is good governance. We wanted to have a better governance and better system. Good governance പറ്റി ഡിസ്കഷൻ വന്നു. And Voltaire started speaking about free speech. Initially there is no free speech. Voltaire started talking about there should be a free speech, there should be freedom of speech and expressions. Now it's a part of fundamental right, it's a basic right. Till ആ സമയത്ത് എന്താണെന്നില്ല, there is no fundamental right like free speech. And Montesquieu എന്ത് ചെയ്യുന്നു? King should not have any complete power, there should be a checks and balance, there should be a separation of power. Montesquieu came the idea with separation of power. So John Locke, Thomas Hobbes ഒക്കെ എന്ത് ചെയ്തു? They created the king and people. There should be a social contract theory. There should be, if a people giving rights to the king, there should be some contract. All these things are changed to questioning the world. Okay, so sociology study നോക്കുകയാണെങ്കിൽ, as we discussed that society എന്താണ്? One of the youngest subset ആണ്, because it's recently established ആണ്. People have been thinking about developing theories of social life since early history. However, study of society was dominated by social philosophers and social scientists ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. So basically according to Barnes and Time Chef, അവർ പറയുന്നത് വെച്ചാൽ they trace the origin of sociology in the stream of ideas origin ancient thought. ഇന്ത്യയിൽ, ഗ്രീസിൽ, ഇവിടെയൊക്കെ എന്തുണ്ട്?
സോഷ്യോളജി. വേദിക് ബുക്സ് എന്നൊക്കെ പറയുന്ന സോഷ്യോളജിക്കൽ ബുക്ക് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ സോഷ്യോളജി എന്ന് പറയുന്നത് എന്താണ്, പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് സബ്ജക്ട് മാറ്റർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത് ഇപ്പോഴാന്നേ ഉള്ളൂ. പക്ഷെ പണ്ട് മുതൽ ആളുകൾ എന്ത് ചെയ്തായിരുന്നു, സൊസൈറ്റിയെ പറ്റി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ബേസിക്കലി ഹിസ്റ്ററിയും സോഷ്യോളജി ഒരു ക്ലോസ്റ്റർ ആയിട്ട് നിൽക്കും. നമ്മൾ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആ സ്ഥലത്തെ ആളുകളുടെ സോഷ്യൽ ലിവിങ് എങ്ങനെയായിരുന്നു, ആളുകൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരിക്കുന്ന, ആളുകളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവില്ലേ. സോ അതുപോലെ തന്നെയായിരുന്നു എന്ത് ചെയ്യുന്നത്, വേദിക് ആൻഷ്യൻസ് ഇന്ത്യ, ചൈന, അറേബ്യ, ഗ്രീസ്, റോം ഡെവലപ്ഡ് റിച്ച് ട്രഡീഷൻ ഓഫ് സോഷ്യൽ ഫിലോസഫീസ്. അവിടെ നിന്നാണ് സോഷ്യോളജി ഉണ്ടായെന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ ബേസിക്കലി എന്താണ്, കൗഡില്യ, കോൺഫ്യൂഷ്യസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടൽ ഇവരൊക്കെ എന്ത് ചെയ്തു, വേരിയസ് ആസ്പെക്ട് ഓഫ് സോഷ്യോളജി. ഇപ്പം കൗഡില്യ പഠിച്ചത് പവർ ആൻഡ് പീപ്പിൾ ഡയമെൻഷൻ ആണ്. ഇസ് ഇറ്റ്സ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി. സോ അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ കൺഫ്യൂഷ്യസ് ഓർ പ്ലേറ്റോ പഠിച്ചത്, അരിസ്റ്റോട്ടിൽ പഠിച്ചത് എന്താണ്, റൈറ്റ് ടു സ്പീക്ക്, ക്വസ്റ്റ്യനിങ്, ഓക്കെ, ഗവർണൻസിലുള്ള പീപ്പിളിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പ്ലേറ്റോ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ദിസ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് എ sociology. Vedic books as a part of a sociology. So whatever we studied in ancient books is a kind of a social part of a social life. അല്ലെ, ഇപ്പൊ നമ്മളിപ്പോ സംഘ പീരീഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ how election mechanism are happening. What are the punishment? These are all aspects of ruling system, also part of a sociology. Economy is a part of sociology. Caste system is basically എന്താണ്, division of labor ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. So it is part of a sociology. So ആ രീതിയിൽ നോക്കുവാണെങ്കിൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ് അല്ല. സോഷ്യോളജി എന്ന് മുതലേ ഉണ്ട്, പണ്ട് മുതലേ ഉണ്ട്. സോഷ്യൽ ഫിലോസഫി ഉണ്ട്. ബേസിക്കലി എന്താണ്, നമ്മൾ പഠിക്കുന്ന സബ്ജക്ട് ഏതാണോ അതാണ് ഏറ്റവും വലിയ രാജാവ്. അപ്പൊ നമ്മൾ സബ്ജക്റ്റിനെ പൊക്കി പറയും. ഇപ്പൊ ആന്ത്രപ്പോളജിന്റെ ക്ലാസ് ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു, ആന്ത്രപ്പോളജി ആയിരുന്നതിന് അടിപൊളി, അതാണ് സയൻസിന്റെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് ഉള്ളതുകൊണ്ടാണ് ജീവിതം തന്നെ, ഈ ലോകം തന്നെ ഇങ്ങനെ ആയിരുന്നു നമ്മൾ പറയും. ബേസിക്കലി അവരെ സബ്ജക്റ്റിനെ പൊക്കി പറയാണ്. സോ however in 19th century-ലാണ് century with the attempt to modernization of Europe and systematic attempts made to thinkers like Comte, Spencer, Durkheim ഇവരൊക്കെയാണ് സൊസൈറ്റിനെ എന്ത് ചെയ്യുന്നത്, ഒരു ഫോർമൽ സബ്ജക്ട് മാറ്റർ ആയിട്ട് സോഷ്യോളജിനെ അല്ലെങ്കിൽ സൊസൈറ്റിനെ പഠിക്കാൻ തുടങ്ങുന്നതും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് മാറ്റർ ഇവോൾവ് ചെയ്യുന്നു കേട്ടോ. ഇനി മോഡേണൈസേഷൻ അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് സോഷ്യോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മോഡേണിറ്റിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട്. മോഡേണിറ്റി വന്ന സമയത്ത് there are changes happened. What is modernity means? നമ്മൾ പറയില്ല, എപ്പോഴും നമ്മൾ മോഡേൺ ആണെന്ന് പറയില്ലേ. എന്താണ് മോഡേൺ? വാട്ട് യു മീൻ ബൈ മോഡേൺ? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ മോഡേൺ എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ നമ്മൾ മിഡിവൽ പീരീഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പൊ മോഡേൺ എന്ന് പറയുന്നത് അത് മോഡേൺ ആയി പോലെ. അപ്പൊ അത് മോഡേൺ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന നമ്മളെ പീരീഡിന്റെ പേര് പോസ്റ്റ് മോഡേൺ സൊസൈറ്റി എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നടക്കുന്ന സൊസൈറ്റി നമ്മൾ പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയാണ്. അത് മോഡേൺ സൊസൈറ്റി അല്ല. മോഡേൺ സൊസൈറ്റി വാസ് സ്റ്റിൽ 1950. After 1950 it is a post modern society. The modernity is a society where all this kind of questioning 18th and 19th century നടന്നുള്ള കാര്യങ്ങൾ നടക്കുന്ന പീരീഡിനെയാണ് നമ്മൾ മോഡേൺ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വിളിക്കുന്ന സൊസൈറ്റി ആക്ച്വലി മോഡേൺ, പോസ്റ്റ് മോഡേൺ സൊസൈറ്റിയാണ്. മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 18th 19th century ഓൾ ദ ചേഞ്ചസ് ഹാപ്പൻഡ്. വേരിയസ് റിനൈസൻസ് മൂവ്മെന്റ്, ക്വസ്റ്റനിങ്, പല സിസ്റ്റം ഓഫ് എമർജൻസി പൊളിറ്റിക്സ് ഒക്കെ എമർജ് ചെയ്ത സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോഡേൺ സൊസൈറ്റി എന്ന് വിളിക്കുന്നത് കേട്ടോ. ദ ടേം encapsulates and distinctives complexity and dynamism of social process unleashed during the 18th and 19th century, which marked the distinct break from traditional way of thinking in the മാറിയിട്ട് നമ്മൾ it comes from a modern way ലേക്ക് വരുന്നു. So modern means thinking new. ആ ട്രഡീഷണൽ വേ ഓഫ് തിങ്കിങ് എന്ന് മാറിയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പുതിയ തിങ്കിങ് വന്ന ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോഡേണിറ്റി എന്ന് വിളിക്കുക. ബേസിക്കലി ദാറ്റ് പീരീഡ് ഈസ് ബിറ്റ്വീൻ 18th and 19th century-ലാണ് നമ്മൾ മോഡേണിറ്റി പറയുന്നത്. സോ മോഡേണിറ്റിയിൽ പല ചേഞ്ചസ് ആണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. എന്താണ്, ബിലീഫ് ഇൻ പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻസിന് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു തന്നെ ഹ്യൂമൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റാഷണൽ പ്ലാനിങ് ഓർ അച്ചീവ് ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നു. ബിലീഫ് ഇൻ സുപ്പീരിയോറിറ്റി ഓഫ് റാഷണൽ തോട്ട്സ് ഓവർ ഇമോഷൻസ്. റിലീജിയൻ അല്ല, റാഷണാലിറ്റിക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഫെയ്ത്ത് ഇൻ എബിലിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ടു സോൾവ് ഹ്യൂമൻ പ്രോബ്ലം റാദർ ദാൻ റിലീജിയൻ സോൾവ് ദി പ്രോബ്ലംസ്. അതേപോലെ തന്നെ ബിലീഫ് ഇൻ എബിലിറ്റി ഓഫ് ഹ്യൂമൻ ഷേപ്പ് ദെയർ ഓൺ ലിവ്സ്, റിലയൻസ് ഓൺ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി, മാസ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലിസം, അർബനിസം, ലിബറൽ എക്കണോമി, ഇൻഡസ്ട്രിയൽ, ഇതൊക്കെ മോഡേണിറ്റിന്റെ ഭാഗമാണ്. സോ മോഡേണിറ്റി ഈസ് എ പീരീഡ് വെയർ വി സ്റ്റാർട്ടഡ് ബ്രേക്കിംഗ് ദ ട്രഡീഷണാലിറ്റി. വി സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഹ്യൂമൻസ്. വി സ്റ്റാർട്ടഡ് ബിലീവിംഗ് ദ പോസിബിലിറ്റി ഓഫ് ഹ്യൂമൻ ക്യാൻ ക്രിയേറ്റ് ന്യൂ തിങ്സ്. വി സ്റ്റാർട്ടഡ് ബിലീവിംഗ് ഓർ ക്വസ്റ്റനിങ് വാട്ട് എവർ ദ എക്സിസ്റ്റിംഗ് തിങ്കിങ് തോട്ട്സിന് എന്ത് ചെയ്തത്, ഇറാഷണൽ തോട്ട്സിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഇൻഡിവിജ്വലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എമർജ് ചെയ്യാൻ തുടങ്ങി. സയന്റിഫിക് പ്രിൻസിപ്പിൾ എമർജ് ചെയ്യാൻ തുടങ്ങി. മാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ടിൽ ദെൻ പ്രൊഡക്ഷൻ വാസ് നോട്ട് മാസ്, അല്ലെ, ഡീസെൻട്രലൈസ്, ദർ ഇസ് നോ ഇൻഡസ്ട്രീസ്, അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, മാസ് പ്രൊഡക്ഷൻ, ഫാക്ടറി ബേസ്ഡ് പ്രൊഡക്ഷൻ, അർബനൈസേഷൻ, ക്യാപിറ്റലിസം, ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ട് വരും, മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് മോഡേണൈസേഷൻ ഇൻവോൾവ്സ്
അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. റൂറൽ സൊസൈറ്റി മാറി, അഗ്രിയറിയൻ സൊസൈറ്റി എന്തായി മാറി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയി, സെക്യുലർ സൊസൈറ്റി ആയി മാറി, മറ്റ് റിലീജിയസ് സൊസൈറ്റി ആയിരുന്നു. അതേപോലെ തന്നെ അർബൻ സെന്റേഴ്സ് ഉണ്ടായി, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? മോഡേണിറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മാക്സ് വെബർ ഡിഫൈൻ മോഡേണൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് റാഷണൽ ട്രാൻസ്ഫോർമേഷൻ. സോ മാക്സ് വെബറിനെ സംബന്ധിച്ചോളം മോഡേണിറ്റി എന്ന് പറയുന്നത് റാഷണൽ തോട്ട് കൂടി വരുന്നതിനെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. പണ്ട് എന്തായിരുന്നു? ഇറാഷണൽ തോട്ട്സ് ആയിരുന്നു, റിലീജിയസ് സാങ്ഷൻഡ് തോട്ട് ആയിരുന്നു. അത് മാറി മോഡേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് പെർ മാക്സ് വെബർ ഇറ്റ് ഈസ് എ റാഷണലൈസേഷൻ ഓഫ് തോട്ട്. തോട്ട് റാഷണലൈസേഷൻ ആവുന്നു. നമ്മളല്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം റാഷണൽ അല്ലേ? ഒരാൾക്ക് പൈസ കൊടുക്കണോ വേണ്ടയോ? നമ്മൾ റാഷണൽ. അയാൾക്ക് എനിക്ക് ഇപ്പൊ ട്രംപ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസാക്ഷണൽ. Trump is never care about any emotions or what America can give. If you give me money or if you give me something benefit, I will support you. Okay, so India Pakistan there was a conflict. What Trump said that I offer more trade with them, I solve the problem. Completely transactional. And Ukraine said that please help us. He said that no, what you are giving us? Nothing. You give me something, we will also support. Otherwise, solve the issue. It's completely about transactional. There is nothing. For Trump, only one word is his dictionary, that is transactional. He wanted complete, business oriented. If something benefits me, I will also do. Otherwise, don't take a single penny out of America, and we will make America great again. And Yogendra Singh is an Indian scholar. He says that modernization refers to a rational attitude towards issue and their value, means evaluation and universal point of view. Rationalization എന്ത് ചെയ്യുന്നു? rational attitude സോഷ്യൽ ഇഷ്യൂസിനെ എത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മോഡേണിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കിയ ബേസിക്കലി എന്താണ്? ജസ്റ്റ് ഒരു ഓവറോൾ പിക്ചർ ആണ് തന്നിട്ടുള്ളത്. വാട്ട് ഈസ് സോഷ്യോളജി ആൻഡ് എങ്ങനെ സോഷ്യോളജി. നൗ വി ഹാവ് ടു ഡീറ്റെയിലി ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ. വി നീഡ് ടു സ്റ്റഡി. ബട്ട് വോൾട്ടയർ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. എന്താണ് വോൾട്ടയർ? ഫ്രീ സ്പീച്ച്, മോണ്ടസ്ക്യൂ സെപ്പറേഷൻ ഓഫ് പവർ. മേ ബി സം ടൈം എങ്ങനെയാണ് സോഷ്യോളജി ഇവോല്യൂഷൻ ചെയ്തത്, സോഷ്യോളജി എങ്ങനെയായിരുന്നു ഒറിജിൻ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും? എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. അതിൽ എന്തായാലും നിങ്ങൾ ഈ ഡയഗ്രാം നമ്മൾ നേരത്തെ വരച്ചില്ലേ, ആ ഡയഗ്രാം വരയ്ക്കണം. ആ ഡയഗ്രാമാണ് എൻ്റെ സോഷ്യോളജിയുടെ ഒറിജിൻ. ഇനി അതിന് അണ്ടറിൽ നമ്മൾ കുറച്ച് ഡെവലപ്മെന്റ് കുറച്ച് കൂടുതലായിട്ട് ഓരോരുത്തർ തിങ്കേഴ്സിനെ വെച്ചിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തു, മോണ്ടസ്ക്യൂ ചെയ്തത്. സോ ബേസിക്കലി ദീസ് ആർ നോട്ട് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്. റിനൈസൻസ് പീരീഡ് തിങ്കേഴ്സും സയന്റിഫിക് റവല്യൂഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ്. അവരെന്ത് ചെയ്തു എന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദെൻ വിൽ ടോക്ക് അബൌട്ട് ഹൗ മോഡേണിറ്റിയിലേക്ക് റീച്ച് ചെയ്തു. മോഡേണിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മോഡേണിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? റിനൈസൻസ് പീരീഡ് എന്തിലേക്ക് പോയി? സയന്റിഫിക് റവല്യൂഷൻ ആസ് വെൽ ആസ് എന്തായിരുന്നു? Renaissance went to scientific revolution and enlightenment. Enlightenment എന്തിലേക്ക് പോയി? ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ ഇതെങ്ങോട്ട് പോയി? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ബോത്ത് ലെഡ് ടു ദി മോഡേൺ സൊസൈറ്റിയിലേക്ക് പോയി. മോഡേൺ സൊസൈറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൺസർവേറ്റീവ് വന്നു. ഈ കൺസർവേറ്റീവ് തന്നെ എന്തുണ്ട്? ലിബറൽ കൺസർവേറ്റീവ്സും ഉണ്ട്, റാഡിക്കൽ കൺസർവേറ്റീവ്സും ഉണ്ട്. ഇതിൽ ലിബറൽ കൺസർവേറ്റീവ്സ് ആണ് എന്ത് വരുന്നത്? സോഷ്യോളജി. റാഡിക്കൽ കൺസർവേറ്റീവ് ആണ് കാൾ മാർക്സ്. ഇതെല്ലാം തിരുത്തണം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ ഇല്ലാതാക്കണം എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. വിൽ സ്റ്റഡി അബൌട്ട് ഈ ചേഞ്ചസും കൂടിയപ്പോഴാണ് മോഡേൺ സൊസൈറ്റി ഉണ്ടായത്. ആ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹിയർ പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് റാഷണലി. ഹിയർ ഓൾസോ പീപ്പിൾ സ്റ്റാർട്ടഡ് തിങ്കിങ് റാഷണലി. Here people started believing humanity rather than God-centric power, because scientific liberty, equality, democracy. So modernity is nothing but, till then there was a traditional thinking. You are breaking away the traditional thinking. We started thinking modern values or rational thinking start ചെയ്യാൻ തുടങ്ങി. So on the part of modernity we can understand that humans getting more power, believing human skills, urbanization, mass production, industrialization, all this are part of modernity. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തത്. ഡിസ്കസ് ചെയ്യുന്ന ഈ ഭാഗത്ത് എന്ത് ചെയ്യാം? നമുക്ക് നാളെ എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സംഭവിച്ചത്, ഇവിടെ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചെന്ന് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഓക്കെ, ബിക്കോസ് ക്വസ്റ്റ്യൻസ് യൂസ് ടു ആസ്ക് ഫ്രം ദാറ്റ് ഏരിയ. ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും പഠിച്ചിട്ട് പോവാ, അത് അതേപോലെ എഴുതാം. 20 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. വേറെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഈസി സാധനങ്ങളാണ് കേട്ടോ. വി നീഡ് ടു ഡിസ്കസ് തോമസ് ഹോബ്സ് ജോൺസ്. പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് ആദ്യമായിട്ട് വരുന്നത്, ഫെമിനിസം എന്ന് പറയുന്ന സ്കോളേഴ്സ് തിങ്കിങ് വരുന്നത്. അപ്പൊ ആ തോട്ട്സ് ഒക്കെ നോക്കാം കേട്ടോ. ബേസിക്കലി മേരി വോൾക്കൻക്രാഫ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫെമിനിസ്റ്റ് സ്കോളർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. വിൽ ഡിസ്കസ് റിമൈനിങ് ക്ലാസ് ടുമോറോ കേട്ടോ. നാളെ ഉണ്ട് ടുമോറോ. നാളെ നീ വരാത്ത? ഇവള് ഫുള്ള് കൊല്ലാണ് ഇവള് മെയിൻ തോന്നുന്നു അല്ലേ?
ഓൺലൈൻ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ?